Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah walhamdulillah wassalatu wassalamu ala rasulillah. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Allahumma la sahla illa ma ja'altahu sahla wa anta taj'al al-hazna idha shi'ta sahla. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. നമ്മൾ കഴിഞ്ഞ ദിവസം 267 ആയത്താണ് ചെയ്തത്. ഇന്ന് നമുക്ക് ഇൻഷാല്ല 268 നമ്മൾ ആയത്തിലേക്ക് പോകുന്നതിന്റെ മുമ്പ് ഒരു ചെറിയ അനൗൺസ്മെന്റ് ഉണ്ട്. ഇൻഷാല്ല നമ്മൾ നൂർസദ്രീന്റെ തന്നെ ഇതില് നമ്മുടെ നുസ്രത്തും നസീറയും കൂടെ അൽഫലഖ് എന്നുള്ള പേരിൽ ഒരു ഹിഫ്ല് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ജുസ് 3 മുതൽ കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് ഹിഫ്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമുക്ക് ഹിഫ്ല് ഗ്രൂപ്പുകൾ ഉണ്ട്, നിങ്ങൾക്കറിയാം. സ്വർഗം സുന്നി നടത്തുന്ന ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്രോച്ചോട് കൂടി കുറച്ച് സ്ട്രിക്റ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് ആക്കിയിട്ട് അവർ ചെയ്യാണ് ഇൻഷാല്ല. അപ്പം ഫസ്റ്റും സെക്കൻഡും ജുസ് ഹിഫ്ല് ചെയ്യാത്തവർക്കും തേർഡ് ലിസ്റ്റ് മുതൽ ജോയിൻ ചെയ്യാം. ഹിഫ്ല് ചെയ്തവരാണെങ്കിൽ അവർക്ക് റിവിഷനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം അതിന്റെ ജസ്റ്റ് റൂൾസ് അവർ പറഞ്ഞത് ഞാനൊന്ന് പറഞ്ഞിട്ട് പോവാം. എന്തായാലും ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ലൈവില് നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻ ചോദിക്കാം. അവർ എന്തായാലും ഇവിടെ ഉണ്ടാവും ലൈവിൽ ഇൻഷാല്ലാ. ഞാൻ ചിലപ്പോൾ ഇന്ന് ലൈവിന് ശേഷമുള്ള ഡിസ്കഷനിൽ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുള്ളത് അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം. നിയമങ്ങൾ പറഞ്ഞത് ആഴ്ചയിൽ 4 ആയത്ത് വെച്ചിട്ടുള്ള ഹിഫ്ലാണ്. 2 ദിവസം ഉണ്ട് ലൈവ്. ടീച്ചർക്ക് കറക്ഷൻസ്, അതായത് നമ്മൾ ആദ്യം പഠിക്കുമ്പോഴും പഠിച്ചതിന് ശേഷവും കൂടി കൊടുക്കാന്നുള്ള സിസ്റ്റമാണ്. ഡേയ്സും കാര്യങ്ങളൊക്കെ അവർ ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്യും. പിന്നെ 20 മിനിറ്റ് ദിവസവും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം പഠിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തജ്വീദ് ക്ലാസ് നിർബന്ധമാണ്. കുറച്ചും കൂടെ തജ്വീദൊക്കെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്റ്റൈലാണ് ഇൻഷാല്ലാ. പിന്നെ ഹാഫ് ജുസ് കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സാം ഉണ്ടാവും. റീസൺസ്, എക്സ്ക്യൂസസ് എടുക്കുന്നില്ല. രോഗവും മരണവും അല്ലാത്ത ഒരു എക്സ്ക്യൂസും ലൈവ് ക്ലാസ്സിനും തജ്വീദ് ക്ലാസ്സും അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി അവർ സ്വീകരിക്കൂല. അഡ്മിൻ എന്തെങ്കിലും വോയിസ് ഇട്ട് കഴിഞ്ഞാൽ 24 hours കേൾക്കണം. മാസത്തിൽ 3 ലീവ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ റിമൂവ് ചെയ്യും. ഫീസ് ഉണ്ട് ചെറിയ അതിൽ 100 rupees. പിന്നെ നൂർസുദ്രി മെമ്പേഴ്സിന് വേണ്ടിയിട്ട്, അതായത് നമ്മളെ ജുസ് 3ന്റെ കൂടെ, അല്ലെങ്കിൽ നമ്മൾ ഇനി ഇൻഷാല്ലാ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ജുസിന്റെയും പഠിപ്പിക്കുന്നതിന്റെ കൂടെ കൊണ്ടുപോകാനുള്ള ഒരു സിസ്റ്റം ആയിട്ടാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിൽ കറക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ദുആ ചെയ്യുക, ഇസ്തിഖാറ നിസ്കരിക്കുക. നമ്മൾ അതിന്റെ ഫോം ഇൻഷാല്ലാ ഗ്രൂപ്പുകളിൽ സർക്കുലേറ്റ് ചെയ്യും. ഫോം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഫോം തരും. ആ ഫോമിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവരുടെ അഡ്മിഷൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഇൻഷാല്ലാ. അപ്പം നിങ്ങൾക്ക് അറിയുന്ന മറ്റു നൂർസുദ്രി മെമ്പേഴ്സും ഈ ക്ലാസ് കേൾക്കാത്തവരുണ്ടെങ്കിൽ അവരിലേക്കും കൂടെ എത്തിക്കുക. എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ അവർ 100 പേരെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ആളുകളെ എടുക്കാനും കൂടുതൽ ടീച്ചേഴ്സിനെ കിട്ടാനും ഒക്കെ അവർക്കും അള്ളാഹു എളുപ്പം കൊടുക്കട്ടെ. അതുപോലെ ജോയിൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അള്ളാഹു എല്ലാ രീതിയിലുള്ള എളുപ്പവും തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ആമീൻ. ഇൻഷാല്ലാ കൂടുതൽ ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിന് ശേഷമുള്ള ഡിസ്കഷൻ സെഷനിൽ ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഇന്നത്തെ ആയത്തിലേക്ക് കടക്കാം. ഇൻഷാല്ലാ ഞാൻ ഇതിന്റെ റെസിറ്റേഷൻ ഒന്ന് ഇടാം. الشيطان يعدكم الفقر ويأمركم بالفحشاء والله يعدكم مغفرة منه وفضلا والله واسع عليم. അപ്പോ നമ്മൾ 268 ആയത്തില് എന്താണ് ആയത്തിൽ പറയുന്നത്? പിശാച് ദാരിദ്ര്യത്തെ പറ്റി നിങ്ങളെ പേടിപ്പെടുത്തുകയും നീചവൃത്തികൾക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അള്ളാഹു ആകട്ടെ അവന്റെ പക്കൽ നിന്നുള്ള മാപ്പും അനുഗ്രഹവും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. അള്ളാഹു വിപുലമായ കഴിവുകളുള്ളവനും എല്ലാം അറിയുന്നവനും ആകുന്നു. വാക്കർത്ഥം അഷെയ്ത്താൻ, ഷെയ്ത്താൻ എന്താണ്? പിശാച്. ഷെയ്ത്താൻ യഇദുകും നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു. വാവ് ഐൻ ദാൽ. ഓക്കെ,
യാഇദുകുമിന്റെ ശരിക്കുള്ള അർത്ഥം നമുക്ക് തഫ്സീറിലേക്ക് പോകുമ്പോൾ നോക്കാം. അൽ ഫഖ്റ ദാരിദ്ര്യം, വയഅ്മുറുകും നിങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യുന്നു, ഹംസ മീം റ, ബിൽ ഫഹ്ശാഇ നീചകൃത്യം. ഓക്കെ, ഫ ഹ ഷീൻ, വല്ലാഹു അല്ലാഹു, യാഇദുകും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു, മഗ്ഫിറ മഗ്ഫിറ പാപമോചനം, മിൻഹു അവങ്കൽ നിന്നുള്ള, വഫദ്ലൻ അനുഗ്രഹവും, വല്ലാഹു അല്ലാഹു വാസിഉൻ വിശാലൻ, അലീം നന്നായി അറിയുന്നവൻ. തഫ്സീർ നോക്കാം. ഈ ഒരു ആയത്ത് സുബ്ഹാനല്ലാഹ് പല പല ഉദാഹരണങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകേണ്ട ഒരു ആയത്താണ്. ഓക്കെ, അത് ഓരോരുത്തർക്കും അത് ഓരോ രീതിയിലായിരിക്കും. ഒരുപക്ഷെ ഞാൻ ഇതിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നിർബന്ധിതമായിട്ടുള്ള പല ഉദാഹരണങ്ങളും ഇവിടെ പറയേണ്ട സാഹചര്യം ഉണ്ടാവും. എല്ലാ ഉദാഹരണങ്ങളും എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിക്കൊള്ളണം എന്നില്ല. അപ്പൊ നിങ്ങൾ കേൾക്കുമ്പോൾ ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ, ഇതിപ്പോ എന്തിനാ പറയുന്നേ എന്നാരും വിചാരിക്കണ്ട. കാരണം നമുക്കറിയാം ഒരു വെറൈറ്റി ഓഫ് ആളുകൾ നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. പലരിലേക്കും എത്തേണ്ട കാര്യങ്ങളാണ്. കാരണം ഇവിടെ ഫഹ്ഷ എന്നൊക്കെ പറയുമ്പം പല രീതിയിലാണ് നമ്മുടെ ദുനിയാവിൽ നടക്കുന്നത്. അപ്പൊ ഓരോരുത്തരും നിങ്ങൾക്ക് സെറ്റാവുന്ന ഉദാഹരണം അല്ലെങ്കിലും നമ്മൾ ഇതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് ആലോചിക്കാൻ ശ്രമിക്കുക. കാരണം എല്ലാ ഉദാഹരണങ്ങളും ഇന്ന് ഇബ്ലീസ് കൊണ്ടുവന്നിട്ടുള്ള ഇന്ന് ദുനിയാവിൽ നടക്കുന്ന എല്ലാ ഉദാഹരണങ്ങളും ഒരുപക്ഷെ നമുക്ക് കവർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ എല്ലാവരും അവനവന്റെ രീതിയിൽ ശരിക്കും തദബ്ബുർ ചെയ്തിട്ട് നിർത്തേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ മാറ്റം വരുത്താൻ അത്യാവശ്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യേണ്ട ഒരു ആയത്താണിത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഷൈത്താൻ യഅിദുകും അവൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നു എന്നൊരു അർത്ഥം കൂടെ ഇവിടെ പറയുന്നുണ്ട്. യഅിദുകും വാവ് ഐൻ ദാൽ ആണ് റൂട്ട്. ഈ റൂട്ട് ലെറ്റേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാക്കാണ് വാദ് അല്ലെങ്കിൽ വാദ അല്ലെ. അതായത് പ്രോമിസ് കൊടുക്കുക, ഒരു വാഗ്ദാനം കൊടുക്കുക എന്നുള്ള. അതേപോലെ ഇതേ റൂട്ടിൽ നിന്ന് വരുന്ന മറ്റൊരു വാക്കാണ് വഈദ്. വഈദ് എന്ന് പറഞ്ഞാല് ത്രെട്ടാണ്, ഭീഷണി. അപ്പം ഈ യാഇദു വഈദിൽ നിന്നാണെന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ശൈത്താന് നമ്മളെ ഫഖർ കൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു. ഫഖർ എന്താണ്? ദാരിദ്ര്യം അല്ലെ. അപ്പം ഈ ശൈത്താൻ നിങ്ങളെ ഫഖർ കൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു. ഈ ഫഖർ എന്ന് പറയുന്ന വാക്കിന് ശരിക്കും നമുക്കറിയാവുന്ന മറ്റൊരു വാക്കാണ് മസ്കൻ അല്ലെ. നമ്മൾ മിസ്കീൻ എന്ന് പറയുന്ന ആ ഒരു വാക്ക്, ആ മസ്കനൊക്കെ നമ്മൾ ദാരിദ്ര്യം എന്നാണ് പറയാറ്. ഈ ഫഖർ എന്ന് പറയുന്നത് മസ്കനേക്കാൾ മോശകരമായിട്ടുള്ള കുറച്ചും കൂടെ പ്രയാസമേറിയ ഒരു സാഹചര്യമാണ്. ഒരാൾ മിസ്കീൻ എന്ന് പറയുന്നത് നമ്മൾ മുമ്പും പറഞ്ഞിരുന്നു അല്ലെ. അയാൾക്ക് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അയാളുടെ ആവശ്യത്തിന് തികയാത്ത ആള്. ചില കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്, എന്നാൽ എല്ലാം ഒന്നും ആവശ്യത്തിന് തികയാത്ത ആവശ്യമുള്ള ആൾക്കാർക്കാണ് മിസ്കീൻ എന്ന് പറയുന്നത്. പക്ഷെ ഫാഖിർ എന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിൽ ഒന്നും ഇല്ലാത്ത ആള്. ഓക്കെ, ഫക്കീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഡസൻ ഹാവ് ഇനഫ്. അത്യാവശ്യത്തിന് അതായത് മിസ്കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഡസൻ ഹാവ് ഇനഫ്. അവന്റെ ആവശ്യത്തിന് തികയാത്ത, അവന്റെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട് പക്ഷെ തികയാത്ത ആള്. ഫക്കീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഹാസ് നത്തിങ്. അവന്റെ കയ്യിൽ ഒന്നുമില്ല, സീറോ ആണ്, എംപ്റ്റി ആയിട്ടുള്ള കൈയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഫഖർ എന്ന് പറയുന്ന വാക്ക് ഒരു ശൂന്യമായ ഭൂമിക്ക്, എംപ്റ്റി ലാൻഡിനും ഉപയോഗിക്കാറുണ്ട്. അതായത് ആ ഒരു ഭൂമിയിൽ ഒന്നും ഇല്ല, ഒരു ചെടികൾ വളരുന്നില്ല, ഒരു ബിൽഡിംഗ് ഇല്ല, ആളുകളില്ല, അങ്ങനെയുള്ള ഭൂമിക്ക് ഫഖർ എന്ന് പറയാറുണ്ട്. അപ്പൊ ഫക്കീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കയ്യിൽ ഒന്നുമില്ല, ബാങ്ക് അക്കൗണ്ട് സീറോ ആണ്, പേഴ്സിൽ ഒന്നുമില്ല, ഇവൻ ഒരു പേഴ്സ് പോലും ഇല്ല. ആ ഒരു ലെവലുള്ള എന്താണ് ദാരിദ്ര്യത്തിനാണ്, ദാരിദ്ര്യമുള്ള ആളുകൾക്കാണ് ഫഖീർ എന്ന് പറയുന്നത്. അപ്പം ഷെയ്ത്താൻ നിങ്ങളെ എന്താണ് ഫഖർ കൊണ്ട് ഭീഷണിപ്പെടുത്തും അല്ലെ, നിങ്ങളെ ഭയപ്പെടുത്തും. അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് തികയുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ ഇനി ഒന്നും ഉണ്ടാവില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ സംഭവിക്കാറുണ്ടോ? ഇഷ്ടം പോലെ അല്ലെ, ഇഷ്ടം പോലെ. പക്ഷെ നമ്മൾ പലരും അല്ലെങ്കിൽ അള്ളാഹുന്റെ തൗഫീഖോട് കൂടി പലരും ആ ഒരു അവസ്ഥയെ ഓവർകം ചെയ്തവരായിരിക്കും അല്ലെ. ശൈത്താൻ അങ്ങനെ തോന്നിച്ചാലും ഇല്ല, എന്റെ റബ്ബ് എനിക്ക് തന്നോളും എന്നുള്ള ചിന്ത കൊണ്ട് കൊടുക്കാൻ ആരംഭിച്ച കുറെ ആളുകൾ ഇവിടെ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ്, അങ്ങനെ തന്നെ തുടരാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്നാലും നമ്മളൊക്കെയും ഇനി ഇപ്പോഴും ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട് അല്ലെ. എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ വിചാരിക്കുമ്പോൾ ഇത് കൊടുത്താൽ എന്റെ ആ കാര്യം ഇങ്ങനെ നടക്കും, ഈ കാര്യം ഇങ്ങനെ നടക്കും, നാളെ അതിന് പൈസ കൊടുക്കല്ലേ, മറ്റന്നാൾ ഇത് വാങ്ങണ്ടേ എന്ന് തോന്നിയിട്ട് തൽക്കാലം അത് അവിടെ തന്നെ നിൽക്കട്ടെ അല്ലെ. ഗൂഗിൾ പേ എടുത്തിട്ടുണ്ടാവും, അപ്പോഴാണ് മനസ്സിൽ ഇതിപ്പോ കൊടുത്തു കഴിഞ്ഞാല് മറ്റേത് വെച്ചിട്ട് അത് അവിടെ തന്നെ എടുത്ത് വെക്കും അല്ലെ. പേഴ്സണൽ പൈസ എടുത്തിട്ട് മടക്കി കയ്യിൽ തന്നെ വെക്കും. അങ്ങനെയുള്ള ഒരു സംഭവം ഇഷ്ടം പോലെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവാറുണ്ട്, ഉണ്ടായിട്ടുണ്ട് അല്ലെ. ചിലപ്പോ നമ്മളെ കയ്യിൽ ചിലപ്പോൾ 6 or 7 അപായകൾ ഉണ്ടാവും. അപ്പൊ ആരെങ്കിലും ഒരാൾ അല്ലെ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞ് ഒരു അപായം ചോദിച്ചു വന്നു കഴിഞ്ഞാൽ
കൊടുക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ഇത് കൊടുത്താൽ പിന്നെ ഞാൻ അന്ന് മറ്റേതിന് എന്തിട്ടിട്ട് പോകും അല്ലെ? സുബ്ഹാനല്ലാഹ്. ഞാൻ പറയുന്നു ഈ ഉദാഹരണങ്ങളൊന്നും എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണെന്ന് വിചാരിച്ചെടുക്കേണ്ട. അൽഹംദുലില്ലാഹ്, ഇല്ലെങ്കിൽ നല്ല കാര്യം. എന്നാലും ആ ഒരു അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ചിലപ്പോൾ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാവും, ഇനിയും വേണമെങ്കിൽ പോയി വാങ്ങാനുള്ള, എന്നാലും നമ്മളെ കയ്യിൽ നിന്ന് ഒന്ന് കൊടുക്കുമ്പോൾ ഒരു ബേജാറിലാണ്. ശൈത്താൻ നമ്മളെ കൊണ്ട് തോന്നിക്കും, നീ ഇത് കൊടുത്താൽ പിന്നെ നീ എന്താക്കും? നിനക്ക് ആ സമയത്ത് ഇന്ന കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ അത് ഉണ്ടാവുമോ? അപ്പം എല്ലാം ഒന്നും നീ കൊടുക്കണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് അവിടെ വെക്കും അല്ലെ? സുബ്ഹാനല്ലാഹ്. ഇന്നൊരു ഭക്ഷണമാണെങ്കിൽ പോലും ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി വെക്കുമ്പോ ആയിരിക്കും വിചാരിക്കുക, അല്ല ഇതിപ്പോ നാളെ മൂപ്പര് വന്നാൽ മൂപ്പർക്ക് രാവിലെ കൊടുക്കാൻ ഇത് മതിയല്ലോ, എന്നാ പിന്നെ അത് കൊടുക്കണ്ട അല്ലെ? സുബ്ഹാനല്ലാഹ്. ഒരു പക്ഷേ അതിലൂടെ കടന്നു വന്നവരായിരിക്കും നമ്മളെല്ലാവരും, അല്ലെങ്കിൽ ഇപ്പോഴും കടന്നു പോകുന്നവരായിരിക്കും. അപ്പൊ ഷെയ്ത്താനാണ് ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ നമ്മളെ കയ്യിൽ. എന്നിട്ട് അവസാനം നമ്മൾ മതി, ഇവർക്ക് അതൊന്നും കൊടുക്കണ്ട, ഇതിന്റെ ടേബിളിന്റെ മുകളിൽ ആ പാത്രത്തിൽ ഇട്ടുവെച്ച കുറച്ച് ചേഞ്ച് ഉണ്ട്, അതെടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 5-10 ഉറുപ്പ്യ കൊടുത്തിട്ട് അങ്ങ് ഒഴിവാക്കുക, അല്ലെങ്കിൽ 100 ഉറുപ്പ്യ കൊടുത്തിട്ട് അങ്ങോട്ട് ഒഴിവാക്കാം അല്ലേ? നമ്മളൊക്കെ ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി വരുന്നവർക്ക് ഒരുപാട് സാധനങ്ങൾ ഒരു പക്ഷെ അവർ കാർ നിറച്ചും അല്ലെങ്കിൽ കവർ നിറച്ചും സാധനം ഉണ്ടാവും. എന്നിട്ട് സൂപ്പർ മാർക്കറ്റിന്റെ പുറത്ത് ഒരു ഫുഡ് ബോക്സ് ഉണ്ട്, ഫുഡ് ബാങ്കിന്റെ ബോക്സ്. ഇതിനകത്ത് എന്തെങ്കിലും ഇടണം തോന്നിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കവർ, ഇപ്പം ഒരു അരിപ്പൊടിന്റെ കവർ എടുത്തു, പക്ഷേ ഇതിപ്പോ ഇട്ട് കഴിഞ്ഞാൽ നാളെ പത്തിരി ഇടാനുണ്ടാവില്ലല്ലോ, അത് തിരിച്ചിടുന്നു അല്ലെ? അല്ലെങ്കിൽ ഒരു ആപ്പിളിന്റെ 2 ആപ്പിളുള്ള ഒരു കവർ എടുക്കുന്നു, അതാ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നാളെ മോൾ എന്ത് തിന്നു വിചാരിച്ചിട്ട് തിരിച്ചിടുന്നു. അങ്ങനത്തെ ആ ചിന്ത ശരിക്കും ഇപ്പോഴും ഒരു പക്ഷേ ഇബ്ലീസ് അങ്ങനത്തെ ചിന്തയും കൊണ്ട് നമ്മളെ അടുത്തേക്ക് വരും അല്ലെ? അൽഹംദുലില്ലാഹ്, അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഭയം. പക്ഷെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്താണ്? മൂപ്പര് നമുക്ക് ഫഖർ കൊണ്ട് നമ്മളെ എന്താണ് ഭീഷണിപ്പെടുത്താണ് അല്ലെ? നിനക്ക് ദാരിദ്ര്യം ഉണ്ടാവും, ഇത് കൊടുത്താൽ നിന്റെ കയ്യിൽ ഒന്നും ഉണ്ടാവൂല, ഒന്നും ഉണ്ടാവൂല എന്ന് തോന്നിപ്പിക്കും. സുബ്ഹാനല്ലാഹ്. പിന്നെ നമ്മൾ എന്താണ് എന്ത് കൊടുത്തു കഴിഞ്ഞാലും ഇല്ല, ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തികയില്ല, ഇവിടെ തികയില്ല എന്നുള്ള, അതായത് അപ്പൊ കറക്റ്റ് ആയിട്ട് അതിന് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചിന്തയും മൂപ്പർക്ക് കൊണ്ടുവരും. അതുവരെ നമുക്ക് ഓർമ്മയില്ലാത്ത എന്തെങ്കിലും ബില്ലടയ്ക്കാനോ കൊടുക്കാനോ ഉള്ളത് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി പൈസ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ വരും. ചിലപ്പോൾ എത്രയോ ദിവസങ്ങളായിട്ട് നമ്മൾ അത് കൊടുക്കാണ്ട്, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ള സ്ഥലത്ത് കൊടുക്കാതെ, അല്ലെങ്കിൽ മാറ്റി വെച്ച കാര്യം ആർക്കെങ്കിലും ഒരു സദഖയായിട്ട് നമ്മൾ എന്തെങ്കിലും എടുക്കാൻ വരുമ്പോൾ നീ അവിടെ അത് കൊടുത്തിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വരും. സുബ്ഹാനല്ലാഹ്. അശ്ശൈത്വാനു യഅദുകുമുൽ ഫഖ്റ. നമ്മളെ കയ്യിൽ കുറെ പൈസയുണ്ട്, പക്ഷേ നമ്മളെ കൊണ്ട് പറ്റൂല, നമ്മൾ ദരിദ്രരാണെന്ന്, അല്ലെങ്കിൽ നിന്റെ കയ്യിൽ ഒന്നും ഉണ്ടാവൂല എന്ന് തോന്നിപ്പിച്ചിട്ട് നമ്മൾ ആ കൊടുക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തും. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മൾ ആരും എവിടെ ദാരിദ്ര്യം എന്നുള്ള ഒരു സംഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ ഒരു പക്ഷെ ഉണ്ടാവില്ല അല്ലെ? എല്ലാവരും ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നവർ ആലോചിച്ച് എല്ലാവരുടെ കയ്യിലും ഒരു ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഐഫോൺ ഉള്ള ആൾക്കാരാണ് അല്ലെ? അതും ഒരു സാധാരണ ഫോണൊന്നുമല്ല, അത്യാവശ്യം മോശമില്ലാത്ത. ചിലപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടോ ഇത് എന്റെ പൈസ കൊണ്ട് വാങ്ങിയതല്ലല്ലോ എന്നല്ലേ? അള്ളാഹ് തന്നതല്ലേ? അള്ളാഹ് പറയുന്നത് അള്ളാഹ് തന്നതിൽ നിന്ന് കൊടുക്കാനാണ് അല്ലെ? അപ്പം അങ്ങനെ ഒരു ഫോൺ വെച്ചിട്ട് ആ ഫോണിന് മാസത്തിൽ പ്രീപെയ്ഡോ പോസ്റ്റ് പെയ്ഡോ ആയിട്ട് നമ്മൾ അതിന് പൈസ കൊടുക്കാനും ബില്ലാക്കാനും അല്ലെങ്കിൽ അതിന് നെറ്റ് എടുക്കാനും ഒക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ, നമ്മൾ ആരും ദാരിദ്ര്യമുള്ളവരല്ല. പക്ഷെ ഇബ്ലീസ് തോന്നിക്കും എന്റെ കയ്യിലൊന്നുമില്ല, കൊടുക്കാനൊന്നുമില്ല അല്ലെ? എപ്പോഴും കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ എനിക്ക് അതിനൊന്നും കിട്ടുന്നില്ലല്ലോ, നിന്റെ കയ്യിലൊന്നും പൈസ ഇല്ലല്ലോ എന്നുള്ളതാണ് നമ്മളെ മനസ്സിൽ വേഗം ചിന്ത വരെ അല്ലെ? ശരിക്കും നമ്മളൊക്കെ ഇപ്പൊ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ കയ്യിൽ ഉള്ള സാധനങ്ങൾ ആവശ്യമുള്ളത് മാത്രം മാറ്റി വെച്ച് കൊടുത്ത് തീർക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനിയും ഒരു വർഷം വേണ്ടി വരും നമുക്ക് അല്ലെ? സുബ്ഹാനല്ലാഹ്. അത്രയും ഉണ്ടാവും നമുക്ക് ആവശ്യമുള്ളത് വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ. മുഴുവൻ കൊടുക്കുന്നത് അവിടെ നിൽക്കട്ടെ, അതിന്റെ ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെയുള്ള ചിന്തകള് അല്ലെ ഇബ്ലീസ് കൊണ്ടുത്തരും. ഇവൻ ഒരു യതീമിന് അല്ലെ മാസം ഫുഡിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത്ര മതി, നിങ്ങൾ ദിവസം 100 രൂപ വെച്ച് സ്പോൺസർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ആവേശത്തിൽ ഒരു 3 മാസം കൊടുക്കുകയെ, 4ാമത്തെ മാസം കറക്റ്റ് അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും നമുക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടാവും. അപ്പം വിചാരിക്കും ഇത് ഇനി മുതൽ എനിക്ക് കൊടുക്കാൻ പറ്റൂല, എനിക്കില്ലേ, അതുവരെ നമുക്ക് അള്ളാഹ് തന്നിട്ടാ കൊടുത്തെന്നുള്ള പോലെ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, നാളെ അള്ളാഹ് തരും എന്നുള്ളത് ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ ഇബ്ലീസ് തോന്നിക്കില്ല ഇനി മുതൽ നിനക്കിത് കൊടുക്കാൻ പറ്റും, ഇത് കൊടുത്താൽ ഞാൻ നിന്റെ മറ്റേ കാര്യം നടക്കൂല. സുബ്ഹാനല്ലാഹ്. ഭയങ്കര ദാരിദ്ര്യമായി കളിയില്ലേ? സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മളെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, പൈസ ഇല്ല, നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ വസ്തുക്കളുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹ് തന്നത് ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ? എന്റെയും നിങ്ങളുടെയും കയ്യില്. നമ്മളൊന്നും കൊടുക്കുന്നവരാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എവിടെ എത്തിയിട്ടില്ല, ഇതുവരെ എവിടെ എത്തിയിട്ടില്ല, ഇനി തുടങ്ങാനിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ ഇതുവരെ ഉള്ളതൊക്കെ വെറും ഒരു ടീസർ ആയിരുന്നു അല്ലെ ഇതുവരെ നമ്മൾ കൊടുത്തോണ്ടിരുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ ആയത്തുകൾ കണ്ടപ്പം കൊടുത്തത് പലതും അള്ളാഹിന്റെ അടുത്ത് എത്തിയോന്ന് പോലും നമുക്ക് സംശയം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പൊ ശരിക്കും നമ്മൾ തുടങ്ങാൻ പോണേ ഉള്ളൂ.
ഇപ്പോഴേ നമുക്ക് പ്ലാൻ ചെയ്യണം, ശരിക്കും എഴുതി പ്ലാൻ ചെയ്ത് ഉണ്ടാക്കണം. ഇത് കേട്ട് വിടാൻ പറ്റൂല. ഇങ്ങനത്തെ ആയത്ത് ഇത്രയും സ്മോൾ ആയത്തൊക്കെ ഒരു ദിവസം തന്നെ എടുക്കാനുള്ള കാരണം, ഒരുപക്ഷെ എനിക്ക് ഒരുപാട് പറയാനില്ലെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ടാവും. എനിക്കും ഒരുപാട് ചിന്തിക്കാനുണ്ട്, ഒരുപാട് മാറ്റാനുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരുപാട്. ഇല്ല. അപ്പം ഇബ്ലീസ് നമ്മളെ കൊണ്ട് തോന്നിക്കും നീ പോറാണ്, നിന്റെ കയ്യിൽ ഒന്നുമില്ല അല്ലെ, നിനക്ക് ഫുൾ ദാരിദ്ര്യാണ്, നീ ഇത് കൊടുത്താൽ ഞാൻ നിന്റെ മറ്റേ കാര്യം എന്താക്കും, നിനക്ക് ആരും കൊണ്ടുവന്ന് തരൂലല്ലോ. അവര് കണ്ടില്ലേ, പിന്നെ അവരെ സൈഡിലുള്ള കുറേ ലോജിക്കുകൾ ഇബ്ലീസ് കൊണ്ടുവന്ന് തരൂല്ലേ, അവര് കണ്ടില്ല, അതുകൊണ്ട് ദൂർത്തടിക്കുന്നു, അവര് കണ്ടില്ല അത് ചെയ്യുന്നത്. അതായത് നമ്മളെ സൈഡിൽ നിന്നും കൊടുക്കാതിരിക്കാൻ പറ്റുന്ന മാക്സിമം ട്രൈ ചെയ്തിട്ട് പിന്നെ അത് കിട്ടിക്കഴിയുന്നവരുടെ സൈഡിൽ നിന്ന് പലതും തോന്നിക്കും. അപ്പം നമുക്ക് വർക്ക് ചെയ്യുന്ന ബുദ്ധി ശരിക്കും നമ്മൾ വേറെ എന്തെങ്കിലും പ്രയോജനമെങ്കിലും നമുക്ക് മാസത്തിൽ ലക്ഷങ്ങൾ ഉണ്ടാക്കായിരുന്നു. ഈ ആൾക്കാർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന ബുദ്ധിയിലെ അവരത്തരക്കാരാണ്, അവരിത്തരക്കാരാണ് അല്ലെ, അവർ എന്നോട് അപ്പൊ അത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് കൊടുക്കണ്ട. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഏതൊക്കെ രീതിയിൽ മൂപ്പർക്ക് തടയാൻ പറ്റുമോ തടയും. ചിലപ്പോ ഇതുപോലത്തെ ക്ലാസ്സുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ഉഷാറിൽ നമ്മൾ ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച കൊടുക്കേ, പിന്നെ നമുക്കിത് മറന്നു പോകുമ്പോൾ പിന്നെയും മൂപ്പര ആ സംഭവം വീണ്ടും വർക്കാവും. ഇതുപോലുള്ള ആയത്തുകളൊക്കെ അല്ലെ നമ്മൾ പലപ്പോഴും ഓതിവിടുന്ന ആയത്തുകൾ വീണ്ടും വീണ്ടും അത് തദബ്ബറോട് കൂടി നമ്മൾ ഓർക്കേണ്ടത് അത്യാവശ്യമാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ മൂപ്പര് തോന്നിപ്പിച്ചിട്ട് നമ്മൾ അള്ളാന്റെ മാർഗത്തിലൊന്നും കൊടുക്കാതാവും. അങ്ങനെ അള്ളാഹ് നമ്മളെ ശരിക്കും ക്ലിയർ ആയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്, അശ്ശൈത്വാനു യഅദുകുമുൽ ഫഖ്ർ. അതേസമയം അള്ളാഹ് പറയുന്നു വയമുറുക്കും, അവൻ കൽപ്പിക്കുന്നു ബിൽ ഫഹ്ശാ, ഫഹ്ശാവും അല്ലെ, നീചത, ഇൻഡീസൻസിയും കൂടെ അവൻ നമ്മളെ പഠിപ്പിക്കും. എന്താ ഫഹ്ശാ? ഫഹ്ശ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു തിന്മപരമായിട്ടുള്ള തിന്മയുള്ള പ്രവൃത്തി, അതായത് യൂണിവേഴ്സലി അത് എല്ലാവരും അത് തിന്മയായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള തിന്മകൾക്കാണ് ഫഹ്ശ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും അറിയാം അത് ഇവിളാണ്, ബാഡ് ആണ് എന്നുള്ളത്. ഉദാഹരണത്തിന് കൊലപാതകം, അതൊരു ഫഹ്ശാണ്, എല്ലാവരും അതിനെ മോശമായിട്ട് തെറ്റായിട്ടുള്ള ഒരു കാര്യത്തെ സ്വീകരിച്ചിട്ടുള്ളതാണ് അല്ലെ. അല്ലെങ്കിൽ സിന അല്ലെ, വ്യഭിചാരം, അതൊക്കെ ഫഹ്ശാണ്, ആളുകൾ വെറുക്കുന്ന, ആർക്കും സ്വീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഫഹ്ശ. വയമുറുക്കും ബിൽ ഫഹ്ശ, അവൻ നിങ്ങൾക്ക് എന്താകും, ഫഹ്ശ ഓർഡർ ചെയ്യും അല്ലെ, നിങ്ങളടുത്ത് കൽപ്പിക്കുന്നു അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ കാര്യത്തിൽ എന്താണ് ഫഹ്ശ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, ഫഹ്ശ എന്ന വാക്കുകൊണ്ട് സ്റ്റീൻസിനെസ്, അതായത് പിശുക്ക്. അറബികള് ശരിക്കും വളരെ പിശുക്കനായിട്ടുള്ള ഒരു വ്യക്തിനെ ഫാഹിഷ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, പിശുക്കനായിട്ടുള്ള വ്യക്തികളെ ഫാഹിഷ് എന്ന് വിളിക്കും. കാരണം ഒരാള് പിശുക്കനാവണമെങ്കിൽ അയാൾ ശരിക്കും അത്രയും മോശക്കാരനായിരിക്കണം അല്ലെ. അത് നമ്മൾ മലയാളത്തിൽ പറയില്ലേ, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ. സുബ്ഹാനല്ലാഹ്, അതായത് ആരെങ്കിലും നമ്മുടെ മുമ്പിൽ ആവശ്യക്കാരായിട്ട് വരികയാണ്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ദരിദ്രനായിട്ട് സാമ്പത്തികമായിട്ട് വിശപ്പുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രയാസമുള്ള വിശപ്പുള്ള ഒരാൾ നമ്മളെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അവരിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കണമെങ്കിൽ, അവർക്കൊന്നും കൊടുക്കാതിരിക്കണമെങ്കിൽ നമ്മൾ അത്രയും മോശക്കാരായിരിക്കണം അല്ലെ. അത്രയും, അതായത് ഒരു തുള്ളി എന്താ ചോര പോലും കണ്ണിൽ ചോരയില്ലാത്തവൻ എന്നൊക്കെ പറയില്ല, അത്രയും ദുഷ്ടന്മാരെയാണ് നമ്മള് പൊതുവെ, ഈവൻ മലയാളത്തിലും യൂസേജ് അങ്ങനെ തന്നെയാണല്ലേ, ദുഷ്ടന്മാർ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഈ പിശുക്കന്മാരെ നമ്മൾ ഉപയോഗിക്കാറില്ലേ. അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്തവൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ക്രൂരനാണ് അല്ലെ. അർത്ഥ കൈക്ക് ഒരു ഉപ്പെങ്കിലും കൊടുത്താൽ അതിനൊരു ആശ്വാസം കൊടുക്കാത്തവൻ ക്രൂരനാണ്. അപ്പൊ അത്രയും മോശപ്പെട്ട ആൾക്കാരെയാണ് പിശുക്കന്മാരെന്ന് അറബികൾ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഒരു തുള്ളി പോലും അവരുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറില്ലാത്ത ആൾക്കാർ. അപ്പൊ അത്രയും ഈവിൾ ആയിരിക്കണം, അത്രയും മോശമായിരിക്കണം ഒരാള് ഫാഹിഷ് ആവണമെങ്കിൽ. അതുകൊണ്ടാണ് അറബികള് പിശുക്കന്മാരെ ഫാഹിഷ് എന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പൊ ശൈത്താന് നമ്മളെ അടുത്ത് എന്ത് കൽപ്പിക്കും? സ്റ്റിഞ്ചിനെസ്, പിശുക്ക്. നീ പിശുക്കിക്കോ, ഇത് കൊടുത്താ അവിടെ ഉണ്ടാവില്ല, അത് കൊടുത്താ ഇവിടെ ഉണ്ടാവില്ല, അതുകൊണ്ട് നീ ഒരുപാടൊന്നും കൊടുക്കണ്ട. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ അല്ലെ. ഒരുപക്ഷെ നമ്മൾ അങ്ങനെ അല്ലെങ്കിലും നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിലും അല്ലെ, നമ്മുടെ കുടുംബങ്ങളിലും ഒക്കെ ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ കാണുന്നുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. ആമീൻ. നമ്മളിലും അത്തരത്തിലുള്ള ക്വാളിറ്റി ഒരു തുള്ളിയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, ഏതെങ്കിലും സിറ്റുവേഷനിലെങ്കിലും അത്തരത്തിൽ കൊടുക്കുന്നതിനെ തടയുന്ന ചിന്തകൾ നമ്മൾ എല്ലാവരും മനസ്സിലും വരും, ശൈത്താൻ എല്ലാവരും മനസ്സിൽ ഇട്ട് തരും. പക്ഷെ അതിനെ മറികടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അതിനെ മറികടന്ന് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള തൗഫീഖ് അല്ലാഹ് തരട്ടെ. ആമീൻ. ഇനി ഫഹ്ശാനെ വേറൊരു രീതിയിൽ മനസ്സിലാക്കേണ്ടത് സിൻഫുൾ ആയിട്ടുള്ള, അതായത് തിന്മപരമായിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഫഹ്ശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം തിന്മയാണ് അല്ലെ, വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഫഹ്ശ എന്ന് പറയുമ്പം ഇബ്ലീസ് നമ്മളെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ വേണ്ടിയിട്ടും നമ്മളെ പ്രേരിപ്പിക്കും. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഇസ്ലാമിക് ഇവന്റ് ഉണ്ട്, എവിടെയെങ്കിലും ഒരു ഇസ്ലാമിക് ഗെറ്റ് ടുഗെദറോ ഒരു ക്ലാസ്സോ കാര്യങ്ങളോ ഒക്കെ വരികയാണ്. അപ്പം അതിനൊരു രജിസ്ട്രേഷൻ ഫീസ് വെച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ വളരെ ചെറിയ രജിസ്ട്രേഷൻ ഫീസ് ഇസ്ലാമിക് കാര്യങ്ങൾക്കൊക്കെ വെക്കുള്ളൂ അല്ലെ. ഒരു 300 രൂപ 400 രൂപ, ഏറി വന്ന 500. അതിന്റെ മുകളിലൊന്നും ആരും വെക്കാറേ ഇല്ലാന്ന് തോന്നുന്നു, കാരണം ഇസ്ലാമിക് കാര്യം അതുകൊണ്ട് കിട്ടൂല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് അല്ലെ. പക്ഷെ അതിങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക്
പഠിച്ചോൻ ഇത് എന്താണിത്, ഇവര് പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് വെച്ചതാണ് അല്ലെ. ശരിക്കും നമ്മൾ പറയും വേറെ എന്ത് മീറ്റിങ്ങിൽ എത്ര പൈസ 1000 കൊടുത്ത് 10,000 കൊടുത്ത് ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യണമെങ്കിലും നമുക്ക് അതൊക്കെ അവര് പഠിച്ചത് പഠിപ്പിക്കല്ലേ അല്ലെ, അതിനൊക്കെ അത്രയും വാല്യൂ ആണെന്ന് പറയും. പക്ഷെ ദീനിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ആരെങ്കിലും സംഘടിപ്പിച്ചിട്ട് എന്തെങ്കിലും പൈസ അങ്ങനെ ഇത്ര പൈസ വേണം രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വേഗം പറയും ഒരു ദീനിന്റെ മാർഗത്തിൽ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്, ദീന്റെ പേരും പറഞ്ഞിട്ട് ആൾക്കാരെ പിടിച്ചു പറ്റുകയാണെന്ന് അല്ലെ. ആരാ ഇതൊക്കെ തോന്നിപ്പിക്കുന്നത്? ശൈത്താൻ അല്ലെ. അവരുടെ അടുത്ത് ഇഷ്ടം പോലെ ഫണ്ടും കളക്ഷൻ ഉണ്ട്, എന്നിട്ടും ഒരു നമ്മളെ അടുത്തൊന്നും പിടിച്ചു വെച്ച് വാങ്ങുന്നത് കണ്ടില്ലേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായിട്ടുള്ള അറിവും ഇസ്ലാമികമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അത് നമുക്ക് ഫ്രീ ആയിട്ട് തരണം. ഇല്ലെങ്കിൽ അവര് ചെയ്യുന്നത് കടുത്ത അനീതിയാണ്. സുബ്ഹാനല്ലാഹ്. വേറെ എല്ലാ ഐഹികമായിട്ടുള്ള കോഴ്സുകളും ക്ലാസ്സുകളും അല്ലെ 3 മാസത്തെ കോഴ്സിന് 10,000 25,000 കൊടുത്താലും നമുക്ക് പ്രശ്നമില്ല. നമ്മളെ മക്കൾക്ക് ചിലപ്പോൾ നമ്മൾ ലക്ഷങ്ങൾ ചെലവാക്കുന്നുണ്ടാവും ഓരോ കോഴ്സുകൾക്കൊക്കെ അല്ലെ, ഒന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഇസ്ലാമികമായിട്ടുള്ള എന്തെങ്കിലും ഒരു ക്ലാസ്സിനോ ഒരു കോഴ്സിനോ ഒരു ഇവന്റിനോ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടോ അവര് ഒരു 100 200 ആക്കിയാലും നമുക്ക് പറയാനില്ലാത്ത പരാതികൾ ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. ഒരു കോഴ്സ് ആയിക്കോട്ടെ, ഇനി ഒരു ബുക്കിന്റെ കാര്യം ആയിക്കോട്ടെ, എന്ത് ഇസ്ലാമികമായിട്ടുള്ള എന്ത് സംഘടിപ്പിച്ചു കഴിഞ്ഞാലും നമുക്ക് വലിയ പ്രശ്നം. ഇവൻ നമ്മളെ ഭർത്താക്കന്മാര് നമ്മളെടുത്ത് പറയും ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പരിപാടിയാണ്, അതിന് നിങ്ങൾ പോണ്ട, ഓർക്ക് പൈസ കൊടുത്ത് ഓരെ നന്നാക്കണ്ടെന്നല്ലേ. പക്ഷേ ഒരു സിനിമ ഇന്നിപ്പം സിനിമക്ക് പോണ ആളുകൾ ഒരു പക്ഷെ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവില്ലായിരിക്കും. ഇനി ഞാൻ പറഞ്ഞ ഈ ക്ലാസ്സുകൾ പലരും കേൾക്കുന്ന ആൾക്കാരാണ്. അപ്പം അത് ഒരു സിനിമക്ക് ഒരു 350 രൂപ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ആർക്കും പ്രശ്നമില്ല. അല്ലെങ്കിൽ പ്രൈമിനോ നെറ്റ്ഫ്ലിക്സിനോ അല്ലെ മാസം ഇത്ര രൂപ 100 200 300 എത്രയാന്ന് വെച്ചാൽ അത് എത്ര വലിയ പാക്കേജ് ആണെങ്കിലും അതെടുത്ത് അതിന് പൈസ കൊടുക്കുന്നത് ഒരു വലിയ വിഷയം ഉണ്ടാവില്ല. കുടുംബത്തിൽ ഒരു കല്യാണം വരുമ്പോൾ ഒരു പാർട്ടി വെയർ ഡ്രസ്സ് വാങ്ങാനല്ലേ, ഇപ്പോഴത്തെ പാർട്ടി വെയർ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 5000 കുറഞ്ഞതൊന്നും കിട്ടാനില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ. അപ്പം ഒരു 6000 രൂപ ഒരു 7000 രൂപ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതൊന്നും നമുക്കൊരു വലിയ പ്രശ്നമില്ല അല്ലെ. അതൊക്കെ ഫഹ്ഷ ആയതുകൊണ്ട് ഇബ്ലീസ് നമ്മൾക്ക് അതൊക്കെ നന്നായിട്ട് തോന്നിപ്പിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതില്ലാണ്ട് ഇപ്പൊ എങ്ങനെയാ അല്ലെ, പ്രൈം ഇല്ലാണ്ട് അല്ലെങ്കിൽ മറ്റേ ഹോട്ട്സ്റ്റാർ ഇല്ലാതെ നെറ്റ്ഫ്ലിക്സ് ഇല്ലാതെ ഇപ്പൊ എങ്ങനാ, അല്ലെങ്കിൽ ഒരു കല്യാണമൊക്കെ അല്ലേ അല്ലെ, അത് തിളങ്ങുന്ന ഡ്രസ്സ് ഇല്ലാണ്ട് മിനിമം ഇത്രയെങ്കിലും കൊടുക്കണം അത് കിട്ടണമെങ്കിൽ അല്ലെ. അപ്പൊ അതില്ലാണ്ട് ഇപ്പൊ എങ്ങനെയാ? സുബ്ഹാനല്ലാഹ്. ഇതില് ഇപ്പം ഈ പറഞ്ഞ സംഭവങ്ങൾ വ്യൂ ചെയ്യുമ്പോൾ നമ്മൾ എന്താ അതിൽ കൂടെ ചെയ്യുന്നത്? ആരുടെങ്കിലൊക്കെ ഔറത്ത് സുന്ദരമായിട്ട് ഫ്രീ ആയിട്ട് കാണുക അല്ലെ, ഇൻഡീസെന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളുമാണ് നമ്മൾ ഇതുപോലെ പലതും വാച്ച് ചെയ്യുമ്പോൾ കാണുന്നത്. അതിൽ മ്യൂസിക് കേൾക്കുകയാണ്, അവിഹിത ബന്ധങ്ങൾ നമ്മൾ കാണുകയാണ് അല്ലെ. ഇനി കല്യാണങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ചെലവഴിച്ചിട്ട് ഇത്രയും ഡ്രസ്സും കാര്യങ്ങളും അത് 1 2 ആയിരിക്കില്ല, ചിലപ്പോൾ ചില കല്യാണങ്ങൾക്ക് 5 വേണ്ടി വരും. പലതരത്തിലുള്ള പല പേരുകളുള്ള കല്യാണങ്ങൾ ഉണ്ടല്ലോ അല്ലെ, പല ദിവസങ്ങളിലായിട്ട്. അപ്പൊ അതൊക്കെ ചെലവഴിക്കുമ്പോൾ ആ കല്യാണങ്ങളിൽ നമ്മൾ പ്രസന്റ് ആയിരിക്കുന്നതിലൂടെ നമ്മൾ എന്താ അവിടെ കാണുന്നത് അല്ലെ. നമ്മളെ പഠിച്ചോനെ നമ്മൾ ഇതുപോലെയുള്ള കല്യാണങ്ങൾക്ക് പോകുമ്പോൾ അല്ലെ നമ്മളെ ഖബറിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും ആണോ അവിടെ കാണുന്നത്? യൗമുൽ ഖിയാമയെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും ആണോ കാണുന്നത്? എന്തെങ്കിലും നന്മയാണോ നമ്മൾ അത്തരത്തിൽ കല്യാണത്തിന് പോകുമ്പോൾ ഓർമ്മിപ്പിക്കപ്പെടുന്നത്? അതായത് ഒരു ഇസ്ലാമിക് ഇവന്റിന് പോണത് പോലെ ഒരിക്കലും അല്ല അല്ലെ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണോ അതാണ്. നമ്മളൊക്കെ പലപ്പോഴും ഒരു പക്ഷേ ദിവസങ്ങളും മാസങ്ങളും എടുത്ത് ഐഹികത്തിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇതുപോലെ ഒരു കല്യാണത്തിനോ മറ്റെന്തിനെങ്കിലും ചെന്ന് പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ പലതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവും. പലതിനോടുള്ള ഒരു ചെറിയ ഒരു ചായ്വ് നമ്മളിൽ വന്നിട്ടുണ്ടാവും അല്ലെ. മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു പക്ഷെ അവിടെ സ്ഥലത്ത് നിൽക്കാതെ ഓടാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ആ ഒരു 2 മിനിറ്റ് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പണ്ട് ചെറുപ്പത്തിലോ അല്ലെ നമ്മള് എന്താണ് ബാല്യകാലത്ത് അല്ലെങ്കിൽ യൗവനകാലത്ത് കേട്ട പാട്ടാവുമ്പോൾ അറിയാതെ കാലുകൊണ്ടൊന്ന് താളം പിടിച്ചു പോകാറുണ്ടല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇങ്ങനെയുള്ള ഫഹ്ഷാകള് എന്താവും മൂപ്പര് കൽപ്പിക്കും, നിങ്ങൾ അത് ചെയ്തു, അതിന്റെ മുകളിൽ നിങ്ങൾ ചെലവഴിച്ചു, ഒരു പ്രശ്നവും ഇല്ലാന്നേ, അത് ചെലവഴിച്ചോ എന്ന് മൂപ്പര് അങ്ങോട്ട് തോന്നിപ്പിക്കും. നമ്മൾ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ആണെങ്കിലും അതിനൊന്നും കൊടുക്കുമ്പോൾ നമുക്ക് ഒന്നും തോന്നൂല അല്ലെ, ഒന്നും തോന്നില്ല. അതൊക്കെ ഒരു ജീവിതത്തിൽ ഇതൊക്കെ അല്ലേ ഒരു സന്തോഷം. പക്ഷേ ഒരു 250 ഉറുപ്പ്യ കൊടുത്തിട്ട് ഒരു ഇസ്ലാമിക് ബുക്ക് വാങ്ങാൻ എന്തെങ്കിലും ഒരു ഇവന്റിന് പോയിട്ട് അവരവിടെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ കുറച്ച് പേജുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു എഴുതി കൂട്ടിയ ബുക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ നോക്കി എഴുതി 250 ഉറുപ്പ്യ ഇല്ലേ. അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് ആപ്പ് വന്നിട്ടില്ലേ, അതിന് നമ്മൾ എന്തെങ്കിലും പൈസ കൊടുത്ത് വാങ്ങണമെങ്കിൽ പഠിച്ചോനെ പിന്നെ ഇത് എന്തിനാ ഇത് ചെയ്യുന്നത്? അവർക്ക് പ്രതിഫലം വേണ്ടേ അള്ളാന്റെ അടുത്തുനിന്നും? ഓരോ കുറ്റമാണ്, നമ്മളിത് കൊടുക്കാത്ത വലിയ കുറ്റമൊന്നുമല്ല അല്ലെ. ഇനി ഒരു ഇവന്റ് വന്നു കഴിഞ്ഞാൽ അതിന് രജിസ്ട്രേഷൻ ഫീസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഏത് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവൻ പള്ളിയിൽ ഒരു AC വെക്കാൻ വേണ്ടിയിട്ട് ആരുടെ പൈസ വെച്ച് AC ഇല്ലാണ്ട് നിസ്കരിച്ച ഓരോ നിസ്കാരം ആവില്ല. നമ്മളെ വീട്ടിലാണെങ്കിൽ 4 റൂമും അതിന്റെ പുറത്തെ ഹാളിലും കിച്ചണിലും ഒക്കെ ഓരോന്നും 2 വെച്ച് AC ഉണ്ടാവും അല്ലെ. 2 സിറ്റിംഗ് ഉണ്ടെങ്കിൽ 2 സിറ്റിങ്ങിലും ചിലപ്പോൾ AC ഉണ്ടാവും. പക്ഷെ ഇത് പള്ളിയിൽ ഒരു ഇതിലേക്ക് AC കാര്യങ്ങൾ ചോദിച്ചാൽ AC ഇല്ലാണ്ട് ഇപ്പൊ നിസ്കരിക്കാൻ കഴിയും. നിങ്ങൾ അങ്ങനെയൊന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, പക്ഷെ അങ്ങനെയുള്ള ആളുകളുണ്ട്, ഇപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്.
അപ്പം അവര് ദീൻ ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാണ്. ആരാ തോന്നിക്കുന്നത്? മൂപ്പര് തന്നെ അല്ലെ. എന്താക്കാ മൂപ്പര് പറയുന്നത്? മുറക്കും ബിൽ ഫഹ്ഷാ കൽപ്പിക്കും. സുബ്ഹാനല്ലാഹ്. റിലീജിയൻ, ദീൻ എന്ന് പറയുന്നത് ഫ്രീ ആയിരിക്കണം അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഫഹ്ഷാ തോന്നിപ്പിക്കും. അങ്ങനെ നമ്മളെ ചിന്തകളെ കറക്റ്റ് ചെയ്ത് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടടുത്ത് സ്പെൻഡ് ചെയ്യേണ്ടാത്തടത്ത് നമ്മളെ കൊണ്ട് സ്പെൻഡ് ചെയ്യിപ്പിച്ചിട്ടും അതാണ് ശരിയെന്ന് മൂപ്പര് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കും. മുറക്കും ബിൽ ഫഹ്ഷ. ഇനി ഫഹ്ഷാന്റെ വേറൊരു രീതിയിൽ ഫഹ്ഷാനെ മനസ്സിലാക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഇസ്രാഫ് ആയിട്ട്. ഇസ്രാഫ് എന്താണ്? എക്സ്ട്രാ വേഗിന്, അതായത് ഭയങ്കര ലാവിഷ് ആയിട്ട് ചെലവഴിക്കാം. അധിക ചെലവ്, അല്ലെങ്കിൽ എന്താ പറയാ, ദൂർത്ത് ചെയ്യാം. ആവശ്യങ്ങൾക്ക് അപ്പുറം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടാത്തടത്ത്, അതായത് ആവശ്യത്തിനേക്കാളും അല്ലെങ്കിൽ ആവശ്യമില്ലാത്തടത്ത് സ്പെൻഡ് ചെയ്യാം. ഓക്കെ. ചിലതൊക്കെ കാണുമ്പോൾ ഇത് കൊള്ളാലോ, ഇത് അടിപൊളിയാണല്ലോ, ഇത് അങ്ങോട്ട് വാങ്ങിയാലോ അല്ലെ. ചിലപ്പോൾ ഒരു ആറ് ജോഡി അല്ലെങ്കിൽ 7 ജോഡി ഷൂസ് ഉണ്ടാവും. ഞാൻ വീണ്ടും പറയണേ, ഇതൊന്നും എല്ലാ ഉദാഹരണങ്ങളും എല്ലാവർക്കും അപ്ലിക്കബിൾ അല്ല. പക്ഷെ പല തരത്തിലുള്ള ആളുകളുണ്ട്. അപ്പൊ ഒരു 6 ജോഡി ചെരുപ്പുണ്ട്. അപ്പം മറ്റേ ഇവിടെ ഒരു ടൂറ് പോയപ്പോൾ, ഏതോ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഏതോ ഒരു സ്ഥലത്ത് ടൂറ് പോയപ്പോൾ അവിടുത്തെ ഒരു ഷോപ്പിംഗ് മാളിൽ പോയപ്പോൾ എൻ്റെ അടുത്ത് ഇതുവരെ ഇല്ലാത്തൊരു സ്റ്റൈല് ഒരു ചെരുപ്പ് അല്ലെ, അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു അബായ, ഇല്ലാത്ത ഒരു ഷോൾ, ഈ കളർ എൻ്റെ അടുത്തില്ല, ഈ ഫാബ്രിക് എൻ്റെ അടുത്തില്ല, ഈ മെറ്റീരിയൽ എൻ്റെ അടുത്തില്ല, ഈ ബ്രാൻഡ് എൻ്റെ അടുത്തില്ല, എന്നാ പിന്നെ ഇതും കൂടെ അങ്ങോട്ട് വാങ്ങിയാലോ അല്ലെ. ഒന്ന് അധികമായിട്ട് എന്ന് വെച്ചിട്ട് ഇപ്പൊ എന്താ കുഴപ്പം? അങ്ങനെ നമ്മളെ കൊണ്ട് അധിക ചെലവ്, അനാവശ്യ ചെലവ് ചെയ്യിക്കുക. ഒന്നും കൂടെ അധികം ഉണ്ടെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ലല്ലോ അല്ലെ. അപ്പം ഷെയ്ത്താൻ അത് നമ്മളെ കൊണ്ട് അധികം ചെയ്യിപ്പിക്കുക, ഇസ്രാഫ് ചെയ്യിപ്പിക്കുക. എന്നാ ഇതേ ഷെയ്ത്താനല്ലേ അല്ല, ഈ മാസം ഞാൻ ഒരു 100 രൂപ പോലും, അല്ലെങ്കിൽ ഈ ഒരാഴ്ച ഞാൻ ഒരു 100 രൂപ പോലും ചാരിറ്റിക്ക് കൊടുത്തിട്ടില്ലല്ലോ, സദഖക്ക് കൊടുത്തിട്ടില്ലെന്നൊന്നും അത് മൂപ്പര് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കൂല. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം മുറക്കും ബിൽ ഫഹ്ഷ. ഓരോ പ്രാവശ്യം നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാകുമ്പോൾ അതിന് നമുക്ക് ഇല്ലാത്ത ആവശ്യങ്ങൾ ഉണ്ടാവില്ല അല്ലെ. പല കാര്യങ്ങളും അപ്പം ഓടിയെത്തും യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. മുറക്കും ബിൽ ഫഹ്ഷ വല്ലാഹു യഅദുക്കും. അള്ളാഹ് എന്താണ് നമ്മളെ അടുത്ത് പ്രോമിസ് ചെയ്യുന്നത്? മഗ്ഫിറ, പാപമോചനം, മിൻഹു, അവനിൽ നിന്നുള്ള. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല എന്താണ്? അവനിൽ നിന്നുള്ള പാപമോചനം നമുക്ക് തരാണ്. നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചോ, നിങ്ങൾക്ക് എന്താ തരാ? പാപമോചനം. സുബ്ഹാനല്ലാഹ്. കാരണം ഒരാൾ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്ന് പറയുന്നത് അയാൾ ഒരു നല്ല പ്രവൃത്തി അല്ലെ, എന്താണ്, സ്വാലിഹായിട്ടുള്ള ഒരു അമല് ചെയ്യാണ്. സ്വാലിഹായിട്ടുള്ള അമല് എന്താ ചെയ്യാ? തിന്മകളെ ഇറേസ് ചെയ്ത് കളയും, മായ്ച്ചു കളയും. സുബ്ഹാനല്ലാഹ്. അപ്പം അതുവഴി അള്ളാഹു അവന് കൊടുക്കുകയാണ് അല്ലെ. ഒരാള് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ അല്ലാഹു യഅദുകും മഗ്ഫിറതൻ മിൻ. ഇതെന്താ ശരിക്കും നമ്മളടുത്ത് പറയുന്നത്? നമ്മൾ എന്തെങ്കിലും ഒരു തിന്മ ചെയ്തെന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ലെ, അതിനെക്കുറിച്ച് നമുക്ക് ഭയങ്കരമായ കുറ്റബോധം തോന്നിക്കഴിഞ്ഞാല് വേഗം സ്വതക്ക ചെയ്യാൻ. നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം. തൗബ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, തൗബയുടെ കണ്ടീഷൻസും ക്വാളിറ്റീസിലൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് ശരിക്കും നമുക്ക് കുറ്റബോധം തോന്നി നമ്മൾ തൗബ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ഒരു നല്ല പ്രവൃത്തി ചെയ്യണം അല്ലെ. നന്മകൾ എപ്പോഴും തിന്മകളെ മായ്ച്ചു കളയും. അതിൽ ഏറ്റവും ഉത്തമവും ഏറ്റവും എളുപ്പവും, അതായത് നമുക്ക് വേറെ പുറത്തു പോയി ഒരു കാര്യം ചെയ്യണ്ടല്ലോ സദഖ എന്ന് പറയുമ്പോൾ. ഇപ്പത്തെ അസല് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റും അല്ലെ. എത്രയും പെട്ടെന്ന് ഒരു സദഖ ചെയ്ത് കഴിഞ്ഞാല് എന്താണ്? വല്ലാഹു യഅദുകും മഗ്ഫിറതൻ മിൻ അല്ലേ, അള്ളാഹു നിങ്ങൾക്ക് പൊറുക്കലിനെ തരും. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളൊക്കെ പ്രത്യേകിച്ച് ഇപ്പം ഇൻഷാ അല്ലാഹ് നമ്മൾ ഇൽമുഅമൽ തുടങ്ങാൻ പോകുമ്പോൾ ഓരോ ആയത്തുകൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ പലതും ഉണ്ടാവും. നമ്മൾ ചെയ്തു പോയ, നിർത്തിയിട്ട് വീണ്ടും തുടങ്ങി ചെയ്യുന്ന അങ്ങനത്തെ പല കാര്യങ്ങളും. നമ്മൾ റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങേണ്ടത്, തൗബ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല, പക്ഷെ നമ്മൾ തൗബ ചെയ്ത് മടങ്ങേണ്ടതായ കാര്യങ്ങൾ വരും. അപ്പൊ തൗബ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അല്ലെ, അതിനുശേഷം നമ്മൾ അത് ആ തിന്മയെ മായ്ക്കാൻ ഒരു നന്മ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അള്ളാന്റെ മഗ്ഫിറ അള്ളാഹ് ഉറപ്പു തരുന്നുണ്ട് സദഖ ചെയ്യുമ്പോൾ. അപ്പൊ അതിന്റെ കൂടെ ചേർത്ത് എഴുതി വെക്കുക, തൗബയുടെ കൂടെ. അതില് ആ ഒരു തൗബയിൽ ഞാൻ എന്തെങ്കിലും സദഖ ചെയ്തോ, കാരണം ആ ഒരു തിന്മ മായ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നന്മ ഞാൻ ചെയ്തു. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല മഗ്ഫിറ മാത്രമല്ല അള്ളാഹ് തരുന്നത്, വേറെ എന്താണ്? ഒരു കാര്യം കൂടെ അള്ളാഹിന്റെ പ്രോമിസിന്റെ എന്താണ് ഫാദിൽ എന്ന് പറയുന്നത്? അള്ളാഹിന്റെ ഔദാര്യം അല്ലെ, ഫേവർ, എക്സ്ട്രാ ആയിട്ടുള്ള ഫേവർ അള്ളാഹു നമ്മൾ സദഖ കൊടുക്കുമ്പോൾ തരാണ് അല്ലെ. എന്തൊക്കെയാണ് അള്ളാഹിന്റെ ഈ ഒരു ഫേവർ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശരിക്കും ഈ ഫദ്ൽ എന്ന് പറയുന്നത് ദുനിയാവിലും ആഖിറത്തിലുമുള്ള ഫദ്ലാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് നമുക്ക് തരുന്ന ഈ ഫദ്ൽ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ മാർഗത്തിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ദുനിയാവില് അള്ളാഹു സുബ്ഹാനഹു തആല പല രീതിയിൽ തരും, അതേപോലെ ആഖിറത്തിലും ഒരുപാട് ഫദ്ലുകൾ തരും. എന്തൊക്കെയാണ് ഈ ദുനിയാവിൽ കിട്ടുന്ന ഫദ്ലുകൾ? ശരിക്കും നമുക്ക് ആ ഒരു റിദ അല്ലെ, മനസ്സിനൊരു തൃപ്തി
തൃപ്തി, സാറ്റിസ്ഫാക്ഷൻ വരാറുണ്ട്, സന്തോഷം വരാറുണ്ട് അല്ലെ. അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ അള്ളാഹ് ശരിക്കും തരും. നമ്മൾ പോലും അറിയാണ്ട് നമുക്ക് മനസ്സിനൊരു തൃപ്തിയും സമാധാനവും സന്തോഷവും ഒക്കെ തരും അല്ലെ. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലെ. വിഷമങ്ങൾ നമ്മളിൽ നിന്ന് അള്ളാഹു ദൂരീകരിക്കും. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല നമ്മുടെ സമ്പത്ത് അധികരിക്കും അല്ലെ. ധനം ദാനത്തെ കുറയ്ക്കില്ല എന്ന് നമ്മൾ ഹദീസ് പലതവണയായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ധനത്തെ അധികരിപ്പിക്കാനുള്ള കഴിവ് നമ്മൾ കൊടുക്കുന്ന സദഖയ്ക്ക് സുബ്ഹാനല്ലാഹ് ഉണ്ടല്ലേ. വേറെന്ത് ബെനിഫിറ്റ് ആണ് സദഖ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്? നമ്മളിൽ നിന്നുള്ള കലാമിറ്റീസിലൊക്കെ എന്തെങ്കിലും നമുക്ക് അപകടങ്ങൾ ഉള്ളത് നമ്മളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തടയും. നമ്മൾ പ്രയാസങ്ങളെ നീക്കും, നമ്മളെ കാര്യങ്ങളെ എളുപ്പമാക്കി തരും. മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും അല്ലേ. ജീവിതത്തിൽ ബറക്ക ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. എത്രത്തോളം നമ്മൾ കൊടുക്കുന്നു അത്രത്തോളം ജീവിതത്തിൽ ബറക്ക ഉണ്ടാവും. സുബ്ഹാനല്ലാഹ് അല്ലെ. അള്ളാഹിന്റെ സഹായം വന്നെത്തും. ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ദുനിയാവിൽ തന്നെ ഈ ഫദ്ലിന്റെ ഭാഗമായിട്ട് അറിയാം അല്ലെ. അള്ളാഹിന്റെ കോപം അള്ളാഹ് നമ്മളിൽ നിന്ന് മാറ്റിപ്പെടും. സുബ്ഹാനല്ലാഹ്. ഇനി പരലോകത്ത് എന്താണ് ഫദ്ൽ എന്ന് പറയുന്നത് നമുക്ക് കിട്ടാൻ പോണത്? ഈവൻ യൗമുൽ ഖിയാമയിൽ നമുക്കറിയാം അല്ലെ, നമുക്ക് ഫദ്ലുകൾ ഉണ്ടെന്ന്. ഇപ്പൊ പരലോകത്ത് എന്ന് പറയുമ്പോൾ നമ്മളെ നരകത്തിലെ തീയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നുണ്ട്. എന്ത്? നമ്മളുടെ സദഖ അല്ലെ. അതൊരു എന്താണ് ഷീൽഡായിട്ട് പ്രവർത്തിക്കും നമ്മളെ നരകത്തിൽ നിന്ന്. അതേപോലെ യൗമുൽ ഖിയാമയിൽ നമുക്കറിയാം അല്ലെ, ആ ഒരു ചൂടില് അല്ലെ, ഒരു തണലില്ലാതെ എല്ലാവരും നിൽക്കുമ്പോൾ അള്ളാന്റെ അർഷിന്റെ തണല് മാത്രമുള്ള ഒരു ദിവസമാണ് അത്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് അള്ളാഹു തണല് കൊടുക്കുന്ന, അർഷിന്റെ തണല് കൊടുക്കുന്ന വളരെ എണ്ണപ്പെട്ട ആളുകളിൽപ്പെട്ട ഒരു കൂട്ടരാണ് ആര്? അള്ളാന്റെ മാർഗത്തില് വലങ്കൈ ചെയ്തത് ഇടങ്കൈ അറിയാത്ത രീതിയിൽ ദാനധർമ്മം ചെയ്ത ആളുകൾ. സുബ്ഹാനല്ലാഹ്. ഈവൻ നമ്മളെ ഒരു ക്ലോസ് ആയിട്ടുള്ള ആളുകൾ പോലും അറിയാതെ എന്താ കൊടുത്തത്, എത്രയാ കൊടുത്തത്, ആർക്കാ കൊടുത്തതെന്ന് അറിയാത്ത രീതിയിൽ ദാനധർമ്മം ചെയ്യുന്നവർക്ക് അന്ന് അർഷിന്റെ തണല് ഉറപ്പായിട്ടുള്ള ആളുകളിൽ പെട്ടതാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ആഖിറത്തിലും ഒരുപാട് ഫദ്ലുകളുണ്ട്. പിന്നെ നമ്മൾ മുമ്പേ പഠിച്ചിരുന്നു 700 തവണ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള പ്രതിഫലം അല്ലെ. അത് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് കിട്ടാനുണ്ട്. സുബ്ഹാനല്ലാഹ്. വല്ലാഹു യഅദുകും മഗ്ഫിറതൻ മിൻഹു വഫദ്ല. ഫദ്ൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഈ സ്വതക്കൊക്കെ അള്ളാഹ് പറഞ്ഞ റിവാർഡ്, പ്രതിഫലം മാത്രമല്ല അതിനേക്കാളും വലിയ എക്സ്ട്രാ ഗിഫ്റ്റുകളും നമുക്ക് എന്താണ് സ്വതക്ക ചെയ്യുന്നതിലൂടെ, ചാറ്റ് ചെയ്യുന്നതിലൂടെ അള്ളാഹു തരും. അള്ളാഹുന്റെ പാപമോചനം തരും അല്ലെ. വല്ലാഹു വാസിഉൻ അലീം. അള്ളാഹു വാസിആണ്, അലീമാണ്. അള്ളാഹുന്റെ എല്ലാ സിഫത്തുകളും വാസിആണല്ലേ, വിശാലമാണ്, എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. അള്ളാഹു അലീമാണ്, അലീമാണ്, അവനെല്ലാം അറിയുന്നുണ്ട്. അള്ളാഹിന്റെ ട്രഷേഴ്സ് എന്ന് പറയുന്നത് അല്ലെ, അള്ളാഹിന്റെ നിധികൾ എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്ത നിധികളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കൊടുക്കുന്നു, അള്ളാഹ് നമുക്ക് വീണ്ടും തരുന്നു. നമ്മൾ വീണ്ടും കൊടുക്കുന്നു, അള്ളാഹ് വീണ്ടും തരുന്നു. അങ്ങനെ പറയുമ്പോൾ ശരിക്കും എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല കൊടുക്കാൻ എന്ന് വിചാരിക്കുന്നവര് അല്ലെങ്കിൽ എന്ന് പറയുന്നവര് ശരിക്കും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്ന് വേണം പറയണ്ടേ. കാരണം ഇത് നമ്മൾ കൊടുത്തു തുടങ്ങി കഴിയുമ്പോൾ അള്ളാഹ് നമുക്ക് തന്നോണ്ടേയിരിക്കും. ശരിക്കും നമ്മുടെ ഭൂമിയിൽ തന്നെ നമുക്ക് റിച്ച് ആവാനുള്ള ഒരു ഐഡിയയും കൂടാണിത്. സുബ്ഹാനല്ലാഹ്. ആ റിച്ച്നെസ് നമ്മൾ വീണ്ടും റബ്ബിന് കൊടുക്കുമ്പോൾ അള്ളാഹ് അതിനേക്കാളും റിച്ച്നെസ് നമുക്ക് തരും അല്ലെ. അപ്പൊ നമ്മൾ എൻ്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല അല്ലെങ്കിൽ ഞാനൊന്നും കൊടുക്കുന്നില്ല എൻ്റെ കയ്യിൽ ഇല്ലാത്തതെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇപ്പോഴും വിശ്വാസം വരാത്തവരാണ്. അള്ളാഹു വാസിഉൻ ആണെന്നല്ല, അള്ളാഹിന്റെ ട്രഷേഴ്സിന് ഒരു പരിമിതിയും ഇല്ലാന്ന് മനസ്സിലാകാത്ത, അള്ളാഹുന്റെ വാസിഉ എന്ന് പറയുന്ന പേര് പോലും മനസ്സിലാക്കാത്ത ആൾക്കാരായിരിക്കും ഒരുപക്ഷെ എൻ്റെ അടുത്ത് ഒന്നുമില്ല കൊടുക്കാനില്ല എന്ന് ചിന്തിക്കുന്നവരും കൊടുക്കാത്തവരും. നമ്മൾ കൊടുത്താൽ അള്ളാഹ് തന്നുകൊണ്ടേയിരിക്കും. എത്ര നമ്മളടുത്ത് ഇല്ല എന്ന് പറയുമ്പോഴും ഉള്ളത് എടുത്ത് കൊടുത്തു കഴിയുമ്പോൾ അള്ളാഹ് വീണ്ടും തരും. കാരണം ഈ ഉള്ളത് എവിടുന്ന് വന്ന അള്ളാഹിന്റെ അടുത്തുനിന്ന് വരുന്ന, വീണ്ടും തരുന്നത് എവിടുന്ന് വരുന്ന? വാസിആയ റബ്ബിന്റെ അടുത്തുനിന്ന് വരുന്നത് അല്ലെ. നമ്മൾ കൊടുത്ത അള്ളാഹു കണക്കില്ലാതെ തന്നുകൊണ്ടിരിക്കും. നമ്മൾ മറ്റുള്ളവരെ സഹായിച്ച അള്ളാഹു നമ്മളെ സഹായിക്കും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അലീമാണ് അല്ലെ. അവനറിയാം നമ്മൾ എന്താ സ്പെൻഡ് ചെയ്യുന്നതെന്ന്, ഏത് സാഹചര്യത്തിലാണ് സ്പെൻഡ് ചെയ്യുന്നതെന്ന്. ഓരോ സാഹചര്യം നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതെന്ന് അവനറിയാം. എത്ര ഇല്ലാഞ്ഞിട്ടും അല്ലെങ്കിൽ നാളത്തേക്ക് എന്തുണ്ടാവും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരമില്ലാത്ത സാഹചര്യത്തിലും നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ റബ്ബിനത് അറിയാം. അവൻ അതിനെ റീപ്ലേസ് ചെയ്യും അല്ലെ. അവൻ അതിനുള്ള റിവാർഡ് ഇഹത്തിലും പരത്തിലും ഉറപ്പായിട്ടും തരും. അള്ളാഹു അൽ അലീമാണ്. ശരിക്കും ഈ രണ്ട് പേര് മാത്രം പോരെ നമുക്ക് ഒന്നും നോക്കാതെ സ്പെൻഡ് ചെയ്യാൻ അല്ലെ. അവൻ തന്നത് സുബ്ഹാനല്ലാഹ്, അവൻ വാസിആണ്, അലീമാണെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് വേറെ ദുനിയാവിലെ ഒരു മോട്ടിവേഷൻ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.
അപ്പൊ ഇന്നത്തെ ഇതിന്റെ ലെസൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ കുറെ ചിന്തിക്കാനുണ്ട്. ഞാൻ ജസ്റ്റ് പോയിന്റേഴ്സ് ആയിട്ട് തന്നിട്ട് പോവാം. നിങ്ങൾ എല്ലാവരും മാറിയിരുന്ന് ചിന്തിച്ച് നമ്മൾ നോട്ടൊക്കെ എഴുതി മാറ്റാനുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത്. അപ്പം ഈ ഒരു ആയത്തില് നമ്മൾ 2 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പെൻഡിങ് ഹാബിറ്റുകളുള്ള, അതായത് ചെലവഴിക്കുന്ന ശീലങ്ങളുള്ള ആളുകളെ നമ്മൾ കണ്ടു അല്ലെ. ഓരോരുത്തർക്കും പല രീതികളാണ് ഓരോരുത്തർക്കും അല്ലെ. ചിലര് അധികം ചെലവഴിക്കൂല, അങ്ങനെ അല്ലെ, പിടിച്ചില്ല കൊടുത്തില്ല എന്നുള്ള പോലെ വെക്കുന്നവരാണ്. ചിലര് വാരി എറിയുന്നവരും ഉണ്ടാവും അല്ലെ. എവിടൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും, ആർക്കൊക്കെ എന്തൊക്കെ അവരുടെ ഇഷ്ടത്തിന് കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുക്കുന്നവരുണ്ടാവും. ചിലപ്പോൾ കൊടുത്തത് എത്രയാന്ന് ഓർമ്മ ഉണ്ടാവില്ല, കയ്യിലുള്ള എത്രയാന്ന് ഓർമ്മ ഉണ്ടാവില്ല, അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് അല്ലെ. അപ്പോൾ ആൾക്കാർക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പെൻഡിങ് ഹാബിറ്റ്സ് ഉള്ള ആൾക്കാർ, അങ്ങനെയുള്ള 2 ടൈപ്പ് ആൾക്കാരെയാണ് നമ്മൾ ഇവിടെ കണ്ടത്. അപ്പം ഇവിടെ നമ്മൾ പഠിച്ച ഒരു സ്പെൻഡിങ് ഹാബിറ്റ് എന്ന് പറയുന്നത് ഇൻഫാക്ട് ഫി സബീലി ഷെയ്ത്താൻ അല്ലെ, ഷെയ്ത്താന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ഒരു തരം കൂട്ടരെ നമ്മൾ കണ്ടു അല്ലെ. ഷെയ്ത്താനോട് ഒബീഡിയൻസ്, അനുസരണ കാണിച്ചുകൊണ്ട് ഷെയ്ത്താന്റെ മാർഗത്തിൽ ഷെയ്ത്താന് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെലവഴിക്കുന്ന ആളുകൾ സുബ്ഹാനല്ലാഹ്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അല്ലെ ആ കൂട്ടത്തിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പെട്ടുപോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ പിന്നോട്ടൊരു കാല് വെക്കേണ്ടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം എല്ലാവർക്കും ഷെയ്ത്താൻ സജസ്റ്റ് ചെയ്യുന്നത് പോലെ. എന്നാൽ മറ്റേ ടൈപ്പ് സ്പെൻഡിങ് എന്ന് പറയുന്നത് ഇൻഫാക്ട് ഫി സബീലില്ല, അള്ളാന്റെ മാർഗത്തിൽ അല്ലെ, അള്ളാനെ അനുസരിക്കാൻ വേണ്ടി, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാന്റെ പ്രതിഫലത്തിന് വേണ്ടി. അപ്പൊ ഒരാൾ അള്ളാന്റെ പ്രതിഫലത്തിന് വേണ്ടി ചെലവഴിക്കാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥമാക്കുന്നത്? നമ്മളിപ്പോ പറഞ്ഞതുപോലെ അല്ലെ, അവന്റെ തൃപ്തി വേണം എനിക്ക്. ഈവൻ എന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെലവഴിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള അല്ലെ, ചിലപ്പോൾ കുടുംബത്തിന്റെ ആവശ്യം എന്ന് പറയുമ്പോൾ കുടുംബത്തിന്റെ പേരിൽ ചിലപ്പോൾ നമുക്ക് ഉത്തരവാദിത്തം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പ്രത്യേകിച്ച് സ്ത്രീകളാകുമ്പോൾ നമുക്ക് ചെലവഴിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഞാൻ ചെലവഴിക്കുന്നു എന്തിന്? റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അല്ലെ, അള്ളാന്റെ മാർഗത്തിന്റെ, അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുകയാണ് അല്ലെ. അങ്ങനെ ചെലവഴിക്കുമ്പോൾ നമ്മളുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് അവന്റെ സന്തോഷം, അവന്റെ തൃപ്തിയാണ്. ഈവൻ നമ്മൾ വീട്ടിലേക്ക് ഒരു ഗ്രോസറിയിലെ അരി വാങ്ങുമ്പോൾ, പച്ചക്കറി വാങ്ങുമ്പോഴും, ഇനി വീട്ടിൽ ആരെങ്കിലും രോഗത്തിനുള്ള മരുന്നിന് ബില്ല് കൊടുക്കുമ്പോഴും, അല്ലെ കുട്ടികളുടെ വിദ്യാഭ്യാസം നോക്കുമ്പോഴും, എല്ലാത്തിലും എന്താ നമ്മളെ നിയതി? യാ അല്ലാഹ്, നീയാണ് എന്നെ ഈ സാഹചര്യത്തിൽ ഇട്ടത്, നീയാണ് എന്റെ ജീവിതത്തിൽ ഈ ടെസ്റ്റ് തന്നത്, അതുകൊണ്ട് നിന്റെ തൃപ്തിക്ക് വേണ്ടി, അതായത് നിർബന്ധിതമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ പോലും അല്ലാഹ് ഞാൻ നിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ഈ ഡ്യൂട്ടി, നീ തന്ന ഈ ഡ്യൂട്ടി ഞാൻ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് നിന്റെ പ്രതിഫലം വേണം, എനിക്ക് നിന്റെ തൃപ്തി വേണം, അതാണ് എന്റെ നിയ്യത്ത്. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം എന്ത് രീതി ദീനിന്റെ മാർഗത്തിൽ, ദീനിന്റെ എന്ത് കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോഴും, പാവങ്ങളുടെ മേലെ ചെലവഴിക്കുമ്പോൾ അല്ലെ, ആവശ്യക്കാരുടെ മേലെ ചെലവഴിക്കുമ്പോൾ, ബന്ധുക്കൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ, എന്തെങ്കിലും ഒരു ഉദ്ദേശത്തിന്, ദീനിപരമായുള്ള ഉദ്ദേശത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോഴും ഒക്കെയും അവന്റെ ഉദ്ദേശം റബ്ബിന്റെ തൃപ്തിയാണ്. എന്നാൽ സെക്കൻഡ് ടൈപ്പ് ആൾക്കാർ നമ്മളിപ്പോ പറഞ്ഞു ഫീ സബീലി ഷെയ്ത്താൻ അല്ലെ, അവര് ഷെയ്ത്താന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഷെയ്ത്താനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ചെലവഴിക്കുമ്പോൾ നമ്മൾ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു, അങ്ങനെ ചെലവഴിക്കുമ്പോൾ ആരാ ഹാപ്പി ആവുന്നത്? ഷെയ്ത്താൻ ഹാപ്പി ആവുന്നു അല്ലെ. അതിനർത്ഥം അള്ളാഹു ഹാപ്പി ആവുന്നില്ല, അള്ളാഹു ആ വ്യക്തിയോട് വെറുപ്പുള്ളവനാണെന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത്തരത്തിലുള്ള ഷെയ്ത്താന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനുള്ള ഉദാഹരണങ്ങൾ അല്ലെ, നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞ പോലെ ലാവിഷ് ആയിട്ടുള്ള, എക്സ്ട്രാ വേഗന്റ് ആയിട്ടുള്ള, ഇസ്രാഫോട് കൂടിയുള്ള ചെലവഴിക്കല്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നമ്മൾ ഡെയിലി എന്നുള്ള പോലെ കാണുന്ന ഒരു കാര്യമാണ്. ഒരു 4-5 മണിക്കൂറിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന എത്രയാണ്, 25,000, 30,000, 50,000, 1 ലക്ഷം, 2 ലക്ഷം ഒക്കെ കൊടുത്തിട്ടുള്ള വസ്ത്രങ്ങൾ അല്ലെ. സുബ്ഹാനല്ലാഹ്. ആരാ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ വാങ്ങുക? ബ്രൈഡ്. റൂമിന്റെ കാര്യം എനിക്ക് അറിയില്ല കേട്ടോ, ആണുങ്ങൾ എത്ര പൈസക്കാ വാങ്ങുന്നതെന്ന് അത് അതിനേക്കാളും അപ്പുറമായിരിക്കും. സുബ്ഹാനല്ലാഹ്. പക്ഷെ അവരുടെ കാര്യത്തിൽ അവർക്ക് അത് റീയൂസ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഗുണമുണ്ട്. പക്ഷെ നമ്മൾ ബ്രൈഡ്സിന് വാങ്ങുന്ന പൈസ, സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ അവർക്ക് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി വാങ്ങുന്ന പൈസ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ. ഒരൊറ്റ പ്രാവശ്യം കുറച്ച് മണിക്കൂറുകൾക്ക് വേണ്ടി മാത്രം. സുബ്ഹാനല്ലാഹ്. അത് ആ ഒരു ബ്രൈഡിന്, ആ ബ്രൈഡിന്റെ സിസ്റ്ററിന്റെ കല്യാണത്തിന് ഇടാന്ന് വിചാരിച്ചാൽ പോലും പറ്റൂല. കാരണം അത്രയും തിളക്കായിരിക്കും. അന്ന് അവൾ അതിട്ട് കഴിഞ്ഞാൽ പിന്നെ ഏതാ ബ്രൈഡിന് സിസ്റ്ററിന്റെ കല്യാണത്തിന് കൺഫ്യൂഷൻ വരും അല്ലെ. സുബ്ഹാനല്ലാഹ്. കുടുംബക്കാർ പറയും നിന്റെ കല്യാണം അല്ലേ, ഇത് നിന്റെ ദിവസമാണ്, നീ വാങ്ങിക്കും മോളെ അല്ലെ, അങ്ങനെ പറഞ്ഞങ്ങട് വാങ്ങിക്കൊടുക്കും. സുബ്ഹാനല്ലാഹ്. ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടും ആവശ്യക്കാരായിട്ട്, ആ പൈസക്ക് ആവശ്യക്കാരായിട്ടുണ്ടെന്ന് നമ്മൾ മറന്നു പോവാണ്, നമ്മുടെ സമൂഹം മറന്നു പോവാണ് അല്ലെ. മാത്രമല്ല ഈ വാങ്ങിയ പൈസ ശരിക്കും മൂലക്ക് വെക്കേണ്ട ഒരു അവസ്ഥയാണ് അല്ലെ. പിന്നെ
പിന്നീടുള്ള ജീവിതകാലത്ത് ഒരിക്കലും ആ വസ്ത്രം ഇടാൻ പറ്റാണ്ട്, ആർക്കും കൊടുക്കാൻ പറ്റാണ്ട് അത് അവിടെ വെക്കുക. കാരണം കൊടുത്തു കഴിഞ്ഞാല് ചിലപ്പോ ഉമ്മയോ വാപ്പയോ എനിക്കൊന്ന് കുറച്ച് എവിടേക്ക് വടക്കോട്ടൊക്കെ പോകുമ്പോൾ അമ്മായിമാർക്കൊക്കെ വാങ്ങിക്കൊടുക്കുന്ന ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു, അമ്മായിമാര് വാങ്ങിക്കൊടുക്കലും. അപ്പൊ അവർക്ക് വിഷമാവോ ഇവർക്ക് വിഷമാവോ എന്ന് വിചാരിച്ചിട്ട് അത് കൊടുക്കാൻ പറ്റാണ്ട് പെട്ടിനകത്ത് കളക്ട് ചെയ്ത് വെക്കുക അല്ലെ. കുറെയൊക്കെ അൽഹംദുലില്ലാ ഇന്ന് മാറിയ ആൾക്കാരുണ്ട്, കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോലും കുറെ ആളുകൾ അത് കൊടുക്കാതെ വർഷങ്ങളോളം അതിങ്ങനെ ഒരു പെട്ടിക്ക് വീട്ടിനകത്ത് മൂലക്ക് വെക്കുക, എപ്പോഴെങ്കിലും ആർക്കെങ്കിലും തുറന്ന് കാണിച്ചു കൊടുക്കുക അല്ലെ. അത് സ്പേസും സമയവും ഒക്കെ കൺസ്യൂം ചെയ്തുകൊണ്ട് അവിടെ അതങ്ങനെ നിൽക്കുക. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. നമ്മളെ ഓർമ്മയ്ക്ക് വേണ്ടി, എന്തോർമ്മ അല്ലെ, കണക്കില്ലാതെ ഫോട്ടോ എടുത്ത് വെച്ച കല്യാണമായിരിക്കും, അതുപോലെ ഈ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ എങ്ങനെ വേസ്റ്റ് ചെയ്യണോ? ഇല്ല അല്ലെ. പിന്നെ ഇതിന്റെ ഒക്കെ പുറമെ ഇപ്പൊ പുതിയ ഒരു അവിശ്വാസികളിൽ നിന്ന് അഡപ്റ്റ് ചെയ്ത ഒരു കൾച്ചർ ഉണ്ട്. എന്ത്? ഉമ്മന്റെ വെഡിങ് ഡ്രസ്സ് മോള് ഇടണം ഏതോ ഒരു ദിവസം എന്തോ ഒരു ഇവന്റിന് അല്ലെ. സുബ്ഹാനല്ലാഹ്. അതിന് വേണ്ടിയിട്ട് ഉമ്മാന്റെ കല്യാണം കഴിഞ്ഞ് മോളെ കല്യാണം കഴിയുമ്പോഴേക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 20 കൊല്ലം 25 കൊല്ലം ആവൂലേ. അപ്പൊ അത്രയും കാലം അതിനെ ഭംഗിയായിട്ട് സൂക്ഷിക്കുക. സുബ്ഹാനല്ലാഹ്. സമയവും പൈസയും അല്ലെ എഫേർട്ടും ഒക്കെ അതിന്റെ മുകളിൽ വേസ്റ്റ് ആക്കുക. ആരാ നമ്മളോട് ഇതൊക്കെ പറഞ്ഞു തന്നത്? എന്തിനാ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അല്ലെ? മൂപ്പര് തന്നെ മുറക്കും ബിൽ ഫഹ്ഷ പറഞ്ഞ മൂപ്പര് തന്നെ അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ നമ്മൾ അത് വെച്ചിട്ട് ഇനി ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതുപോലെ അവരവന്റെ വെഡിങ് ഡ്രസ്സ് വീട്ടിൽ ആരുടെയെങ്കിലും വെഡിങ് ഡ്രസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അത് എടുക്കുക. അത് കൊടുക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഉമ്മച്ചീനെ കോൺടാക്ട് ചെയ്താൽ മതി, അത് വേണ്ടവർക്ക് എത്തിച്ചു കൊടുക്കും. ഇതുപോലെ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്ത എന്നാൽ അങ്ങനെയുള്ള സ്വപ്നങ്ങളുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്, അവരിലേക്ക് എത്തിച്ചു കൊടുക്കും. അവരിട്ട് കഴിയുമ്പോൾ അത് വേറെ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തോളും. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ നമുക്ക് ആ ഒരു നമ്മൾ ചെയ്തു പോയ ആ ഒരു തെറ്റിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. കുറച്ച് മണിക്കൂറുകൾക്ക് വേണ്ടി മാത്രമാണല്ലേ. അപ്പൊ ആർക്കെങ്കിലൊക്കെ അത് ഉപയോഗത്തിൽ പെടട്ടെ. സുബ്ഹാനല്ലാഹ്. നമുക്ക് കല്യാണത്തിന് അല്ലെ നല്ലത് തന്നെ, പക്ഷെ ഒരുപാട് പൈസ വാരി എറിയാത്ത വസ്ത്രങ്ങളൊക്കെ ഇടാൻ പറ്റും അല്ലെ. സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് ശരിക്കും പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ കാണിച്ചു കൊടുക്കണം അല്ലെ സമൂഹത്തിന്. വളരെ കാരണം സിംപ്ലിസിറ്റിയിലൂടെ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും, നമ്മളെ സംരക്ഷിക്കും. ഇബ്ലീസിന്റെ ഒരുപാട് ഷെറുകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ പറ്റും, കുറെ സ്ട്രെസ്സുകളിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കപ്പെടും. അപ്പം ശരിക്കും ഇപ്പോഴത്തെ ഈ വെഡിങ് ഡ്രസ്സിന്റെ ആ ഒരു കൾച്ചറിലേക്ക് വരുമ്പോൾ എത്ര സ്ട്രെസ്സാന്ന് അറിയോ അങ്ങനെയുള്ള ഡ്രസ്സുകൾ വാങ്ങുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ആ ഒരു ഫ്ലോയിൽ പെട്ടുപോകുന്ന ആളുകളുടെ കാര്യം. കാരണം ഒരു ഷോപ്പിൽ പോകും, എന്നിട്ട് പിന്നെ അടുത്ത ഷോപ്പിൽ, എന്നിട്ട് അടുത്ത ഷോപ്പിൽ, ഈ സിറ്റിയിൽ മുഴുവൻ ഷോപ്പ് കഴിയും, പിന്നെ അടുത്ത സിറ്റിയിൽ പോകേണ്ടി വരും. ഈ ടൈപ്പ് ഓഫ് കാറ്റലോഗ്, കാരണം എന്തൊക്കെയോ പേരുകളൊക്കെ ഉണ്ടല്ലേ, കുറെ ബ്രാൻഡുകളും ഡിസൈനേഴ്സിന്റെ പേരുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരെ ഈ കാറ്റലോഗ് നോക്കി, ആ കാറ്റലോഗ് നോക്കി, ആ വെബ്സൈറ്റ് നോക്കി, ഈ വെബ്സൈറ്റ് നോക്കി, ആ ടൈലർ, ഈ ഡിസൈനർ, ഇൻസ്റ്റാഗ്രാമിൽ ആ പേജസ്, ഇൻസ്റ്റാഗ്രാമിൽ വെഡിങ് ഡിസൈനർ പേജസ് ഒക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരും ഈ കാര്യത്തില് എന്താണ് അവരുടെ ലെവൽ ഓഫ് എക്സ്പെക്ടേഷൻ. ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുമ്പോൾ എത്ര വർഷങ്ങളായിട്ട് അവൾ ഈ ഡ്രസ്സിനെ കുറിച്ച് ഡ്രീം ചെയ്തുകൊണ്ടും ഡിസൈൻ ചെയ്തുകൊണ്ടും ഇരിക്കാന്ന് കേൾക്കുമ്പോൾ ഞെട്ടല് വരും നമുക്ക്. സുബ്ഹാനല്ലാഹ്. ഇന്ന ഡിസൈനർ എടുത്തൊന്നും അതും അതിന്റെ പ്രിസിഷൻ എന്നൊക്കെ പറയുന്നത് അതിനകത്ത് ഓരോ സ്റ്റോണും എവിടെ വെച്ച് വെക്കണം എന്നൊക്കെ ഉള്ളത്. കാരണം നമുക്കറിയാം ഒരു വെഡിങ് ഡ്രസ്സിനകത്ത് എത്ര സ്റ്റോണും എത്ര ആ പറഞ്ഞ ഗ്ലിറ്ററും സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നില്ലേ, അതൊക്കെ എവിടെ വെക്കണം എന്നൊക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. വർഷങ്ങളുടെ റിസർച്ച് ആണ് അതിലേക്ക് പോണത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യത്തിൽ ഒരുപാട് റിസർച്ചും ടൈമും എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും സ്ട്രെസ്സും അതിനകത്ത് ഉണ്ടാവില്ലേ. കാരണം അത് കറക്റ്റ് നമ്മൾ വിചാരിച്ച പോലെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഫിറ്റിങ്സ് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് അത്രയും സമയം പോവും, അത്രയും സ്ട്രെസ്. അത് ട്രൈ ചെയ്യുമ്പോൾ അവിടെ ഫിറ്റില്ല, ഇവിടെ ഫിറ്റില്ല, അത് അങ്ങനെ ആവോ, ഇത് ഇങ്ങനെ ആവോ എന്നുള്ള ചിന്ത അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇത് ശരിയല്ല, അത് ശരിയല്ല. നമ്മുടെയൊക്കെ മുമ്പിൽ നമ്മുടെയൊക്കെ മക്കൾ വളരുന്നുണ്ട്, നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കല് നമ്മളുടെ ഉത്തരവാദിത്വത്തിൽ പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്. ഇനി അതൊക്കെ ഏതെങ്കിലും ഒന്ന് സെറ്റ് ആയില്ലെങ്കിൽ പിന്നെ കരച്ചിലായി, വിഷമായി, സ്ട്രെസ്സായി, അതിന്റെ പോലുള്ള എനർജി കളയലായി. സുബ്ഹാനല്ലാഹ്. സിംപ്ലിസിറ്റി നമ്മളെ ഒരുപാട് ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കില്ലേ, ഒരുപാട് സ്ട്രെസ്സുകളിൽ നിന്ന്. ഹാപ്പി ആയിട്ട് നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്ന സാഹചര്യം, അള്ളാഹിന്റെ സഹായം അവിടെ ഉണ്ടാവും, അള്ളാഹിന്റെ ബറക്ക അവിടെ ഉണ്ടാവും. ദുആ ചെയ്യാം. നമുക്കറിയാം നമ്മൾ പലരും എങ്ങനെ ഇതിലേക്ക് എത്തുമെന്ന് അറിയാൻ പറ്റാത്ത, കാരണം അത്രയും സമൂഹത്തിന്റെ ആ ഒരു ഫ്ലോയിൽ പെട്ടുപോയിട്ടുള്ള ആൾക്കാരാണ്. ഇനി നമ്മളത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കൾ അത് ചെയ്യുവോ, കേൾക്കുവോ, അനുസരിക്കുവോ എന്ന് പോലും അറിയാത്ത ആൾക്കാരാണ്. നല്ലപോലെ ദുആ ചെയ്യും, നല്ലപോലെ ദുആ ചെയ്യും. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഭംഗിയായിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. തവക്കുൽ ചെയ്യും റബ്ബിലേക്ക്. റബ്ബേ നീ എനിക്കിതേ പറ്റൂ, നീ ഇത് ആക്കി തരണം എനിക്ക്.
പലപ്പോഴും ആളുകൾ വെഡിങ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ അവരൊരു ബഡ്ജറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പാരന്റ്സ് ആണെങ്കിലും ഒക്കെ ഇത്ര ഒരു 5 ലക്ഷം 10 ലക്ഷം 5 ലക്ഷം 10 ലക്ഷം എനിക്കൊന്നും ഇന്നത്തെ കാലത്ത് ഭയങ്കര ലോസ്റ്റ് ബഡ്ജറ്റ് ആണെന്ന്. കാരണം ഫുഡിന് മാത്രം തന്നെ 20 ലക്ഷം 30 ലക്ഷം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെയൊക്കെ പ്ലാനൊക്കെ ചെയ്യും. എന്നിട്ട് പിന്നെ മക്കളുമായിട്ട് ഡിസ്കഷൻ വരും. ഇപ്പൊ മക്കള് അവരുടെ പെൺകുട്ടികളാണെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരെ വീടും അവരുമായിട്ട് ഡിസ്കഷൻ വരും. അപ്പം ഇത് ഡ്രസ്സ് അങ്ങനെ ആ ഡിസൈനർ അടുത്തൊന്നും വേണം, സ്റ്റേജ് ഇങ്ങനെ എന്താണ് ഈ തീമിൽ പ്ലാൻ ചെയ്യണം, ഈ കളേഴ്സ് വേണം, അത് അങ്ങനെ മാച്ച് ആക്കണം, മെനു ഇങ്ങനെ ആക്കണം, ഇവന്റ് മാനേജ്മെന്റ് ടീം അതാക്കണം എന്നൊക്കെ പറയുമ്പോഴേക്ക് പൈസയും കണക്കില്ലാതെ പോകും. അപ്പൊ സ്ട്രെസ് കൂടും, ഡിസ്കഷൻസ് കൂടും, ആർഗ്യുമെന്റ്സ് കൂടും അല്ലെ. വീടുകളിൽ കല്യാണം എന്ന് പറയുമ്പോഴേക്ക് പിന്നെ അവസാനം വരെ ഡിസ്കഷനും ആർഗ്യുമെന്റോട് കൂടെ ആർഗ്യുമെന്റുമാണ് അല്ലെ. സത്യമല്ലേ, നമ്മള് വീടുകളിലൊക്കെ ഇത് നടക്കുന്നതല്ലേ. സുബ്ഹാനല്ലാഹ്. കുഞ്ഞു ഇങ്ങനത്തെ സില്ലി ആയിട്ടുള്ള 1 നിമിഷത്തിന്റെ 2 നിമിഷത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളും സംസാരങ്ങളും ആർഗ്യുമെന്റ്സും ഒക്കെ ഉണ്ടാവുന്നത് അല്ലെ. ആ ലിസ്റ്റ് എൻലെസ് ആണ്. ഞാൻ പെട്ടെന്ന് എന്റെ വായിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ തീമും കളറും ഫുഡും ഇവന്റ് മാനേജ്മെന്റും പറഞ്ഞു എന്നുള്ളൂ. എൻലെസ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഡിസ്കഷൻ ചെയ്യുക. അവർ ഇങ്ങോട്ട് വരണം, ഇവര് അങ്ങോട്ട് പോകണം, ഇന്ന സമയത്ത്. ശരിക്കും ആ ഇബ്ലീസ് നമ്മളെ കൊണ്ട് ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആക്കി തോന്നിച്ചിട്ട് അതിന്റെ മുകളിലൊക്കെ ചെലവഴിപ്പിച്ചിട്ട് ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടാക്കുകയാണ്. ഇബ്ലീസിന് ഇഷ്ടമാണ് ആർഗ്യുമെന്റ്. ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മളെ വീട്ടിലൊരു വാക്തർക്കം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് എന്ത് തരത്തിൽ അത് ലോജിക്കലി ആക്സെപ്റ്റബിൾ ആണെന്ന് തോന്നുകയാണെങ്കിലും, ഇന്നത് കൊണ്ടാണെന്ന് തോന്നുകയാണെങ്കിലും, അതിന് ഇന്ന ന്യായം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിലും, വാദപ്രതിവാദമാണോ അവിടെ ശൈത്താന്റെ കൈയുണ്ട്. ശൈത്താന് നമ്മളെ സ്ട്രെസ്ഡ് ആക്കാൻ വേണ്ടിയുള്ള താല്പര്യം. ശരിക്കും ഒരു ഭാര്യയും ഭർത്താവും ഒന്നിക്കാൻ പോകുമ്പോൾ ശൈത്താൻ ഇത്രയും സന്തോഷമുള്ള കാര്യം വേറെ ഉണ്ടാവില്ല അല്ലെ. അവര് പുതിയ ജീവിതം നല്ല സ്ട്രെസ്ഡ് ആയിട്ട് തുടങ്ങട്ടെ, നല്ല വിഷമത്തോടു കൂടി സ്ട്രെസ്സോട് കൂടി അവര് തുടങ്ങട്ടെ അല്ലെ. അത്ര സന്തോഷത്തോടു കൂടി തുടങ്ങണ്ട. അവരുടെ ഇടയിൽ, കുടുംബങ്ങളുടെ ഇടയിൽ ടെൻഷൻ ഉണ്ടാവട്ടെ. അപ്പൊ അവര് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിവാഹം എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ പല കാര്യങ്ങളുണ്ട് അല്ലെ. അതിൽ നിന്നൊക്കെ അവര് ഡീവിയേറ്റഡ് ആവും. നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നും ഡീവിയേറ്റഡ് ആയിരിക്കും. ഇങ്ങനത്തെ സില്ലി ആയിട്ടുള്ള 1 ദിവസത്തെ 2 ദിവസത്തെ കാര്യങ്ങളെ കുറിച്ചാണ് കല്യാണം വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും. അത്രയും ആ ഒരു 3 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1 ദിവസം കൊണ്ട് അല്ലെങ്കിൽ അര ദിവസം കൊണ്ട് കഴിയേണ്ട ആ ഒരു കാര്യത്തെ കുറിച്ചായിരിക്കും മാസങ്ങളോളം വർഷങ്ങളോളം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ ജീവിതത്തിനെ കുറിച്ച് ഒരു പക്ഷെ ചിന്തിക്കാൻ പോലും സമയം തരില്ല. കാരണം നമ്മൾ അതിൽ നിന്നൊക്കെ ഡിസ്ട്രാക്ട് ചെയ്ത് വെക്കും. അപ്പൊ അത്തരത്തിൽ എക്സ്ട്രാവേഗന്റ് ആയിട്ട് ലാവിഷായിട്ട് ചെലവഴിക്കുമ്പോൾ ഷെയ്ത്താൻ എന്താണ്, നമ്മൾ ഷെയ്ത്താന്റെ മാർഗത്തിലാണ് ചെലവഴിക്കുന്നത്. ഇതുപോലത്തെ വേറൊരു ഉദാഹരണമാണ് വീട്. ഞാൻ ഇതൊക്കെ നമ്മളെ സൊസൈറ്റിയിൽ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു എന്നുള്ളൂ കേട്ടോ. ഇത് നമ്മളെയൊക്കെ ജീവിതത്തിലേക്ക് വരുമ്പോൾ വേറെ പല തലത്തിലും ഇതൊക്കെ ആപ്ലിക്കബിൾ ആയിരിക്കും. ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. ഓക്കെ, ഒരു മെജോറിറ്റി ആളുകളെയും ഇഫക്ട് ചെയ്യുന്ന ഉദാഹരണമാണ് ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോ അതുപോലെ വേറൊരു ഉദാഹരണമാണ് പുതിയ വീടുകളുടെ കാര്യം. അതിന്റെ ഇന്റീരിയേഴ്സ്, അതിന്റെ ഫിറ്റിങ്സ്, അതിന്റെ പെയിന്റ്, അതിന്റെ ഡെക്കോർ, അതിന്റെ ഡിസ്കഷൻ, അതിന്റെ ആർഗ്യുമെന്റ്സ് ആണുള്ള ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആർക്കിടെക്ട്, ഏറ്റവും ബെസ്റ്റ് ഡിസൈനർ, ഏറ്റവും ബെസ്റ്റ് ഇന്റീരിയർ ആരാന്ന് അന്വേഷിക്കലാണ് ആ വീടിന്റെ പണി തുടങ്ങുന്നത് വരെ. ഇപ്പൊ ഈ ഡ്രസ്സിന്റെ ഡിസൈനിനെ പോലെ തന്നെയാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ച് അങ്ങനെ ഒരുപാട് ചിന്തിക്കുക, ഒരുപാട് റിസർച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് കിട്ടുമ്പോൾ ഒരു പൊടിയൊന്ന് അങ്ങോട്ടോ ഒരു പൊടിയൊന്ന് ഇങ്ങോട്ടോ നീങ്ങിയാൽ ചിലപ്പോൾ വരുന്ന ഒരു മനുഷ്യനും ഇത് മനസ്സിലായിട്ടുണ്ടാവില്ല. അവര് എന്തോ ഒരു മരത്തിന്റെ ഒരു കഷ്ണം വരച്ചത് വിലങ്ങനെ വെക്കേണ്ടത് കുത്തനെ വെച്ച് പോയത് ഒരാൾക്കും വന്നവർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ ഇവര് ഇത് വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്തത് കൊണ്ട് മനസ്സിൽ അതന്നെ ഉണ്ടാവും. എന്നാലും ഞാൻ ആ ഒരു എന്തായാലും പറയാ പർഗോള അങ്ങനെ കുത്തനെ വെക്കാൻ വിചാരിച്ചത് വിലങ്ങനായി പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ദിവസങ്ങളിലെ നിസ്കാരവും ഒക്കെ. അതുപോലെ പെയിന്റിന്റെ ഷെയ്ഡ് ഒരു 0.01 പോയിന്റ് അങ്ങോട്ടൊന്ന് മാറിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫുള്ള് സങ്കടം. കാരണം ഇത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നതും അല്ലെ. അല്ലെങ്കിൽ ആ അലമാരി ഇങ്ങനെ ഷെൽഫ് വെച്ചിട്ട് അതിന് ഇങ്ങനെ തട്ട് വെച്ചിട്ട് അതിന് ഇങ്ങനെ ആ സാധനം വെക്കണം എന്ന് പ്ലാൻ ചെയ്തത് കൊണ്ട് ആശാരിക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെ. അല്ലെങ്കിൽ ആർക്കിടെക്റ്റിന് പോലും ഇത് മനസ്സിലാവാത്തായിരിക്കും നമ്മുടെ മനസ്സിലുള്ള പ്ലാൻ. പിന്നെ നമുക്ക് അതിനെ കുറിച്ചുള്ള ആവലാതികളും വേവലാതികളും സങ്കടങ്ങളും സ്ട്രെസ്സുകളും ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം കെയർഫുൾ ആയിരിക്കണം. സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് നമ്മളെ ഒരുപാട് കാര്യങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കും. യെസ്, ഇതൊക്കെ ആവശ്യമില്ല, അതൊന്നും ചെയ്യാൻ പാടില്ല എന്നല്ല കേട്ടോ പറയുന്നത്. പക്ഷേ നമ്മളെ ഇങ്ങനെ ഇബ്ലീസ് ഡീവിയേറ്റ് ചെയ്യിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓരോ സാഹചര്യത്തിലും ചിന്തിക്കണം. എവിടെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്? സുബ്ഹാനല്ലാഹ്.
എന്തിനാണ് ഈവൻ സ്പെൻഡിങ് എന്നുള്ളതല്ല. അപ്പൊ നമ്മളെ ജീവിതത്തിൽ എന്തൊരു കാര്യം ഇപ്പം നമ്മളൊക്കെ പലപ്പോഴും ഓവർ സ്ട്രെസ്ഡ് ആവുന്ന, ഓവർ വർക്ക്ഡ് ആവുന്ന ഒരു കാര്യമാണ് നമ്മളെ മക്കളെ കുറിച്ചുള്ള. കാരണം നമുക്കറിയാം അല്ലെ, എന്തൊരു ഡിസ്കഷൻ വന്നു കഴിഞ്ഞാലും ഒരു പക്ഷെ ഒരു 50% ചോദ്യങ്ങൾ വരുന്നത് കുട്ടികളുടെ കാര്യമായിരിക്കും. അവരങ്ങനെ ഇവരിങ്ങനെ. അതുപോലും നമ്മളെ അസ്ഥിക്ക് പിടിക്കുന്നുണ്ട്, ആ ചിന്ത പോലും നമ്മളെ ഇബാദത്തുകളെ ബാധിക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ പറിച്ചങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. കാരണം എനിക്ക് കഴിവില്ലാത്ത കാര്യമില്ല, അത് റബ്ബ് നോക്കിക്കോളും. ഇബ്ലീസ് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഇതൊക്കെ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ, എന്റെ കുട്ടിയല്ലേ, എന്റെ കുട്ടീന്റെ ഹിദായത്തല്ലേ. സുബ്ഹാനല്ലാഹ്, എന്റെ ഇപ്പോഴത്തെ ഇബാദത്തിനേക്കാളും വലുതല്ല എന്റെ കുട്ടീന്റെ ഹിദായത്ത്. അത് കാരണം നാളെ റബ്ബിന് മാറ്റാവുന്ന ഒരു കാര്യമുള്ളൂ. ഇബ്ലീസ് നമുക്ക് അപ്പൊ കൊണ്ടുപോയി അതിനെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആക്കി കൊണ്ടുവരും. അപ്പം ആ ഒരു അളവുകോലായിരിക്കണം നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്. അറ്റ് ദിസ് മൊമെന്റ്, ഈ ഒരു മൊമെന്റിൽ എന്റെ ഇബാദത്തിന്റെ കോൺസെൻട്രേഷനെ ബാധിക്കുന്ന ഒന്നും വേർത്തല്ല. നമ്മളിന്ന് ജീവിതത്തിൽ ഒന്നും, അത് മക്കളാണെങ്കിലും ഭർത്താവാണെങ്കിലും അവരുടെ ഹിദായത്താണെങ്കിലും അവരുടെ പഠനമാണെങ്കിലും അവരുടെ ആരോഗ്യമാണെങ്കിലും ഒന്നും എന്റെ ഈ മൊമെന്റിലെ ഇബാദത്തിനെ ബാധിക്കുന്ന, അത് ഈ മൊമെന്റിലെ ഇബാദത്തിൽ അത് നമുക്ക് റബ്ബിന്റെ മുമ്പിൽ ഒരു അപ്പീലാക്കി വെക്കാൻ പറ്റുമോ? അൽഹംദുലില്ലാഹ് ഖൈർ, അത് റബ്ബ് നോക്കിക്കോളും എന്നുള്ള തവക്കലോട് കൂടി നമുക്ക് തൃപ്തിയായിട്ട് ആ ഇബാദത്തിൽ നിന്ന് മടങ്ങാൻ പറ്റുമോ? അൽഹംദുലില്ലാഹ് ഖൈർ. അതിനപ്പുറത്തേക്ക് ഇപ്പറഞ്ഞ എന്തും, അതൊരു വീടായിക്കോട്ടെ, കുട്ടിയായിക്കോട്ടെ, കല്യാണം ആയിക്കോട്ടെ, ഒന്നും അത്രയും ഓവറായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളല്ല. ഇതൊന്നും ഞാനൊരു 100% പെർഫെക്റ്റ് ആയിട്ട് വന്നിരുന്ന് ഇവിടെ പറയല്ല കേട്ടോ. നമ്മുടെയൊക്കെ വീടുകളിൽ കൂടെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ, ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഡിസ്കഷൻസ് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ഇമ്പോർട്ടൻസ്. ചിലർക്ക് വീടിന്റെ കാര്യമായിരിക്കും, ചിലർക്ക് കുട്ടികളുടെ കാര്യമായിരിക്കും, ചിലർക്ക് കല്യാണത്തിന്റെ കാര്യമായിരിക്കും, ചിലർക്ക് ആരോഗ്യത്തിന്റെ കാര്യമായിരിക്കാം, ചിലർക്ക് ജോലിന്റെ കാര്യമായിരിക്കാം, അല്ലെ? അപ്പം ഓരോരുത്തർക്കും ഓരോന്നാണ് അവരുടെ ജീവിതത്തിൽ, അതായത് അവരെ ഇബാദത്തിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന, സ്ട്രെസ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഇത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇസ്രാഫിനെ കുറിച്ചും ചെലവഴിക്കലിനെ കുറിച്ചാണെങ്കിലും ഞാൻ ആദ്യമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ കാര്യം പറഞ്ഞതാണ്. കാരണം ഇബ്ലീസ് നമ്മളെ പലതരത്തില് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ഇനി ഇസ്രാഫിലേക്ക് വരുമ്പം ഒരിത്തിരി ക്ലാരിറ്റി തരാം ഞാൻ. അതായത് ഇസ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങരുത്, ഉപയോഗിക്കരുത് എന്നല്ല. കാരണം ചില സാധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള നമ്മൾ വാങ്ങുന്നുണ്ടാവും. അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ സാമ്പത്തിക അവസ്ഥയ്ക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും, അത് പ്രയോജനപ്രദമാണ് എന്നുണ്ടെങ്കിൽ, അതേസമയം നമ്മൾ പാവങ്ങൾക്കും അല്ലെ കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഒബ്ലിഗേഷൻസ്, അതായത് സക്ക പോലെയുള്ള അല്ലെങ്കിൽ നമുക്ക് കുടുംബത്തിന് മേലുള്ള ചെലവുകൾ പോലെയുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിന് പുറമെ നമ്മൾ സദഖയും ചെയ്യുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ചില കാര്യങ്ങൾ എക്സ്പെൻസീവ് ആവുമ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രയോജനം കിട്ടുന്നുണ്ടെങ്കിൽ, നമ്മൾ മുമ്പൊക്കെ ഏതോ 1-2 ഉദാഹരണത്തിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, പണ്ടത്തെ മിക്സി നിന്ന് മാറി ഇപ്പോഴത്തെ മിക്സി വാരുമ്പോൾ അതിനകത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യാൻ പറ്റും. അതുവഴി നമ്മുടെ സമയം ലാഭിക്കാൻ പറ്റും. നമുക്ക് കുറച്ചും കൂടെ സമയം ഇബാദത്തിലേക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അൽഹംദുലില്ലാഹ് ഖൈർ. ഓക്കെ, അത് നമുക്ക് എഫോർഡും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിന്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട എല്ലാ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗ്ഗത്തിലുള്ള എല്ലാ ചെലവുകളും നമ്മൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആൻഡ് അത് ഒരുപാട് എണ്ണം വാങ്ങി കൂട്ടല്ല എന്നുണ്ടെങ്കിൽ, സുബ്ഹാനല്ലാഹ്, അതൊക്കെ ഓക്കെയാണ്. അതായത് നിങ്ങൾ ഒരിക്കലും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനം വാങ്ങരുത് എന്നല്ല ഇവിടെ പറഞ്ഞത്. അതിനകത്ത് ഒരു പ്രശ്നമില്ല. ഇപ്പൊ നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങാണെന്ന് വെച്ചപ്പം നമുക്ക് കമ്പ്യൂട്ടറിന് ചിലപ്പോൾ 65 രൂപ, 70-നും, ചിലപ്പോൾ 1,00,000-നും 2,00,000-നും നമുക്ക് കമ്പ്യൂട്ടർ കിട്ടും. അതേസമയം 10-നും 15-നും കിട്ടും അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ ഒരു 70 റുപ്യക്ക് വാങ്ങുന്ന കമ്പ്യൂട്ടർ 15 റുപ്യക്ക് വാങ്ങുന്ന കമ്പ്യൂട്ടർ തമ്മിൽ എന്താ വ്യത്യാസം? നമുക്ക് എന്തിനാ ഇത്രയും പൈസ കൂടിയ കമ്പ്യൂട്ടർ? ഇതിനകത്ത് കുറെ എക്സ്ട്രാ സോഫ്റ്റ്വെയറുകൾ ഉണ്ടാവും അല്ലെ? അതിന്റെ മെമ്മറി കൂടുതലായിരിക്കും, സ്പീഡ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ വർക്കുകൾ, പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതേപോലെ ഫോണിന്റെ കാര്യം നിങ്ങൾ ആലോചിക്കുമ്പോൾ അല്ലെ, ഫോണും ഈ പറഞ്ഞ പോലെ കുറെ വില കൂടിയതുണ്ടാവും, ഒരു നോർമൽ റേഞ്ചിലുള്ളതുണ്ടാവും, അതിനേക്കാളും കുറവുള്ളതുണ്ടാവും. അപ്പം കുറച്ചും കൂടിയ ഫോൺ കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ സ്പീഡ്, നിങ്ങൾക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ കൂടുതൽ ഗുണങ്ങൾ അതുകൊണ്ടുണ്ടാവും. അല്ലെങ്കിൽ മണിക്കൂറുകളോളം നിങ്ങൾക്ക് സർവീസ് സെന്ററിൽ അതുകൊണ്ട് പോയിരിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കൊല്ലം അത് മാറ്റേണ്ട ആവശ്യം വരില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ വാങ്ങിക്കോ. പ്ലസ് നിങ്ങൾ അതിന്റെ കൂടെ നിങ്ങളുടെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗ്ഗത്തിലുള്ള ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്. പക്ഷെ നിയത്ത് ഓക്കെ ആയിരിക്കണം. ഓക്കെ, നമ്മൾ ഈ വലിയ വലിയ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് അതിന് വേണ്ടിയിട്ട് 4 കാണട്ടെ എന്റെ കയ്യിൽ ഇതുണ്ട്, ഇതിനു വേണ്ടി ആവരുത്. പ്ലസ് എല്ലാവർക്കും ഉണ്ടല്ലോ, അപ്പൊ ഞാൻ എങ്ങനെയാ വാങ്ങാതിരിക്കുക, അങ്ങനത്തെ ചിന്തയിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. ഒരു റീസൺ ഉണ്ട് നമുക്കത് വാങ്ങാൻ വേണ്ടിയിട്ട്, എന്നെ കൊണ്ട് അത് പറ്റും. അത് ഞാൻ മറ്റുള്ളവരുടെ പല ആവശ്യങ്ങളും പല സാഹചര്യങ്ങളും മനസ്സിലാക്കി അതിലൊക്കെ ചെലവഴിച്ചിട്ട് ഞാൻ എന്റെ ആവശ്യത്തിന് വാങ്ങുകയാണ്. എനിക്കത് കൂടുതൽ ഇഫക്റ്റീവ് ആവും, കൂടുതൽ എളുപ്പമാവുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ഖൈർ. അങ്ങനെ അള്ളാഹു അങ്ങനെ ആവശ്യമുള്ളത് വാങ്ങരുതെന്നൊന്നും പറയുന്നവനല്ല റബ്ബ്. ഓക്കെ, നമ്മൾ അതിനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാവണം. സുബ്ഹാനല്ലാഹ്.
ഇതൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോ ഓരോരുത്തരും ഓരോ സംശയമായിട്ട് വരും. അത് ചെയ്യാൻ പറ്റുമോ ടീച്ചറെ, ഇത് ചെയ്യാൻ പറ്റുമോ ടീച്ചറെ? ശരിക്കും നമുക്ക് നമ്മളെ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞുതരാനേ പറ്റുള്ളൂ കേട്ടോ. അതിനപ്പുറത്തേക്കുള്ള നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ തീരുമാനം എടുക്കുക, റബ്ബിൽ തവക്കുൽ ചെയ്യുക, മുന്നോട്ട് പോവുക ഇൻഷാ അല്ലാഹ്. ഇനി ശൈത്താന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന വേറൊരു കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വേസ്റ്റ് ചെയ്യുക, നമ്മുടെ സമ്പത്ത് അല്ലെങ്കിൽ സ്വത്ത് വേസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പം എങ്ങനെയാണ് ആളുകൾ വേസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വേസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ സമ്പത്ത് എന്നുള്ളത് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അനാവശ്യമായ കാര്യങ്ങളിൽ ചെലവഴിക്കുന്നത്. നമ്മൾ നേരത്തെ കുറെ പറഞ്ഞു അല്ലെ, ഇപ്പം ഇതുപോലെ തെറ്റായ കാര്യങ്ങൾ, നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള സബ്സ്ക്രിപ്ഷൻസോ, അങ്ങനെ അതുപോലെ ഓരോരുത്തരുടെ ജീവിതത്തിലും എന്താണോ അവനവൻ തന്നെ ചിന്തിക്കുക, തെറ്റായ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആളുകൾ ചെലവഴിക്കുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ എക്സ്ട്രാ നമുക്ക് ആവശ്യമില്ലാത്ത വീണ്ടും വീണ്ടും ഡ്രസ്സുകൾ വാങ്ങി വാങ്ങി കൂട്ടുന്ന അല്ലെ, എണ്ണം അലമാരിന്റെ തട്ടുകളൊക്കെ നിറഞ്ഞിങ്ങനെ പുറത്തേക്ക് വീഴാറായിട്ടുണ്ടാവും, എന്നിട്ട് വീണ്ടും വാങ്ങുക വീണ്ടും വാങ്ങുക. അതേപോലെ കിച്ചണിലെ സാധനങ്ങൾ അല്ലെ, ഒരു 30 ടൈപ്പ് പാത്രങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 5 നോൺ സ്റ്റിക്ക് ഉണ്ടാവും, പിന്നെ 6ാമത്തെ ഒരു നോൺ സ്റ്റിക്ക് പുതിയ മോഡൽ എവിടെയും കാണുമ്പോൾ അതും കൂടെ വാങ്ങി വെക്കുക, ഇതും കൂടെ വാങ്ങി വെക്കുക. സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടാവും, എന്നാൽ ആ കൗണ്ടറിൽ അത് കാണുമ്പോൾ അത് വാങ്ങി, ഈ കൗണ്ടറിൽ ഇത് വാങ്ങുമ്പോൾ അത് കാണുമ്പോൾ അത് വാങ്ങി, ഒക്കെ ഫ്രിഡ്ജിലും ഫ്രീസറിലും കരുതി വെച്ചിട്ട് പിന്നെ ഒരു ദിവസം ഉണ്ടാവും ഇതൊക്കെ ഒഴിക്കുന്ന ദിവസം, അന്നായിരിക്കും ഓ ഈ ഫ്രിഡ്ജിനകത്ത് ഇങ്ങനെ ഒരു സാധനം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, അത് അന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ട് എന്നുള്ളത് അല്ലെ. അപ്പൊ അത് ഒക്കെ വേസ്റ്റ് ആയി പോവാണ്. അപ്പൊ ഈ രീതിയിൽ പലതും ഞാൻ ഇപ്പൊ അഗൈൻ പറയാണ്, നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന് വേറെ വേറെ ഇംപ്ലിക്കേഷൻ ആയിരിക്കും, വേറെ വേറെ രീതികളിലായിരിക്കും നമ്മളൊക്കെ വേസ്റ്റ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ പരമാവധി ചിന്തിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എപ്പോഴും നമ്മളിങ്ങനത്തെ എന്തെങ്കിലും കേൾക്കുമ്പോൾ ഇല്ല ഞാൻ ഇതിലൊന്നും പെടുന്നില്ല, ഞാൻ ഇതിലൊക്കെ ഓക്കെ ആണെന്ന് ചിന്തിക്കുന്നതിന് പകരം എന്തിലോ ഉണ്ടെന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നമ്മൾ എന്തെങ്കിലും ഈ തരത്തിലുള്ള കാര്യങ്ങളിൽ പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അപ്പൊ അത് മാറ്റം വരുത്താനും പറ്റും. പക്ഷെ നമ്മളിങ്ങനെ നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ബാരിയർ കീപ്പ് ചെയ്യില്ല, ഞാൻ ഇതിലൊക്കെ ഞാൻ പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് മുമ്പോട്ട് പോകാൻ ഒരു ഓപ്ഷനെ അള്ളയും തരൂല, അതിൽ കറക്റ്റ് ചെയ്യാൻ അള്ള തരൂല. ഞാൻ ഇതിലൊക്കെ ഓക്കെയാണ്, ഞാൻ ഈ കാര്യത്തിൽ അടിപൊളി, ആ കാര്യത്തിൽ അടിപൊളിയാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറക്ഷൻ ഒരു ചാൻസേ കിട്ടില്ല. അപ്പം പകരം ഇങ്ങനെ ചിന്തിക്കും, എന്തോ ഉണ്ട്, എനിക്ക് എന്തോ ഇനിയും മാറ്റാനുണ്ടെന്ന് റബ്ബിന്റെ അടുത്ത് ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ അതുവരെ ചിന്തിക്കാത്ത ഒരു കാര്യം ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെ. ഇതുപോലെ ഇതേപോലെ ഈ നമ്മളുടെ ഇപ്പൊ പറഞ്ഞ പാർട്ടികൾ അല്ലെ, പലതരത്തിലുള്ള ഷവറുകളാണ് ഇപ്പൊ, എന്തൊക്കെയോ പുതിയ കേൾക്കാത്ത പേരുള്ള ഷവറുകളൊക്കെ ഇപ്പൊ പുതിയതുണ്ട്, ബ്രൈഡൽ ബേബി ഷവർ പോലെയുള്ള. ഞാൻ അതിനൊരു തീം ഉണ്ടാക്കും, ആ തീമിൽ ഓർഗനൈസ് ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും ബലൂണും അതും ഇതും ഒക്കെ വാങ്ങി കെട്ടി തൂക്കി, എന്നിട്ട് അതൊക്കെ കഴിയുമ്പോൾ അതൊക്കെ വേസ്റ്റ് ആവണം അല്ലെ. ശരിക്കും അള്ളാഹ്ക്ക് ഭംഗി ഇഷ്ടമാണ്. ഇനി ഇതൊന്നും ഹലാലാക്കില്ല കേട്ടോ, ഞാൻ പറഞ്ഞ നാട്ടിലുള്ള ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ടുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞേ ഉള്ളൂ. അപ്പം അതിനൊക്കെ എന്ത് കുന്തത്തിനും നമ്മൾ ചെലവഴിക്കുമ്പോഴും അനാവശ്യങ്ങളിലേക്ക് പോവാതിരിക്കാം. ഓക്കെ, ഒരുപാട് പൈസ, ശരിക്കും പൈസ നമ്മൾ എടുത്ത് അലമാരിയിൽ നിന്ന് എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുന്ന ആ ഒരു ഇമേജ് നമ്മളെ മനസ്സിൽ വരാം. ആ രീതിയിൽ നമ്മൾ ചെലവഴിക്കുന്നുണ്ടോന്ന് നമ്മൾ ഓരോരുത്തരോടും ചോദിച്ചു നോക്കാം. അപ്പം ഷെയ്ത്താനോട് ഉള്ള ഒബീഡിയൻസ് ആണ് ഇത്. ഇനി വേറെ ഷെയ്ത്താനോടുള്ള ഒരു ഒബീഡിയൻസിൽ പെട്ടതാണ് നമ്മളുടെ ഡിസയേഴ്സ്, നമ്മുടെ ഇച്ഛകളുടെ മേലെ ചെലവഴിക്കുക എന്നുള്ളത്. ഓക്കെ, എനിക്ക് ഒരു ക്രേവിംഗ് ആണ് അല്ലെ, ഇപ്പൊ എല്ലാവർക്കും ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു വാക്ക് ക്രേവിങ്. സുബ്ഹാനല്ലാഹ്, എനിക്ക് അതിനോട് ക്രേവിങ്, എനിക്ക് ഇതിനോട് ക്രേവിങ്. ഇതൊന്നും വീണ്ടും വീണ്ടും ഞാൻ പറയും, ഇതെല്ലാ കാര്യങ്ങളും നമ്മളെ എല്ലാവരെയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ എല്ലാവരും മാറ്റേണ്ട കാര്യങ്ങളാണ്. എന്തെങ്കിലും ഞാൻ പറഞ്ഞ അതേ ഉദാഹരണം ആവില്ല നിങ്ങളുടെ ജീവിതത്തിലുള്ളത്, ചിന്തിച്ചു നോക്കുക, തദബ്ബർ ചെയ്യുക, എന്താ എനിക്ക് മാറ്റാനുള്ളതെന്ന് ഓരോരുത്തരും തദബ്ബർ ചെയ്യാം. അപ്പം ഈ ക്രേവിങ്ങിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ ചിലപ്പം അപ്പൊ നമുക്ക് വിശക്കുന്ന പോലും ഉണ്ടാവില്ല, 1 മണിക്കൂർ മുമ്പേ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടേ ഉണ്ടാവുള്ളൂ, പക്ഷെ എനിക്ക് ഇപ്പൊ ഇത് തിന്നണം എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഇത് കുടിക്കണം എന്ന് തോന്നുന്നു, ഉണ്ടാക്കിയിട്ടോ വാങ്ങിയിട്ടോ അപ്പൊ തന്നെ കഴിക്കാം അല്ലെ. അങ്ങനെയുള്ള തോന്നലുകളുടെ മേലുള്ള കഴിപ്പ് എന്നുള്ളത് ഞാൻ അഗെയിൻ ആ ഒരു ഉദാഹരണം കൊണ്ടുപോകാൻ കാരണം ഇന്നിപ്പോ നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ നാടിനെ പ്രത്യേകിച്ച് കേരളത്തിന്, ഇനി കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ വടക്കൻ കേരളത്തിനെ വല്ലാതെ വരിഞ്ഞു മുറുക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ തീറ്റയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേസ്റ്റേജസ് കാണുക, ഇച്ഛകളെ ഫോളോ ചെയ്തിട്ടുള്ള തീറ്റ അല്ലെ. എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കുക, എന്തെങ്കിലും കുടിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് പുതിയൊരു ചോക്ലേറ്റ് ബാർ അല്ലെങ്കിൽ പുതിയൊരു ചോക്ലേറ്റിന്റെ പരസ്യം കണ്ടിട്ടുണ്ട്, അതിപ്പോ എനിക്ക് വേണം. പുതിയൊരു കേക്ക് ഇറങ്ങിയിട്ടുണ്ട്, അതിപ്പോ എനിക്ക് വേണം. ഇപ്പൊ ഞാൻ ചോറ് തിന്നിട്ടേ ഉള്ളൂ, എന്നാലും എനിക്കിപ്പോ അതിന്റെ മേലെ അത് വേണം, അത് കഴിക്കണം. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും ബ്രാൻഡിന്റെ മുന്നിൽ കൂടെ പോവാണ്, KFCയോ ഡൊമിനോസോ, ഇനി പുതിയ പുതിയ കുറെ ബ്രാൻഡുകളുടെ അതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിലെ പുതിയൊരു ബുട്ടിക് റെസ്റ്റോറന്റ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ സുബ്ഹാനല്ലാഹ് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലായിരുന്ന കാര്യമാണ് അല്ലെ. അതായത് ഡ്രസ്സുകൾക്ക് ബുട്ടിക് തന്നെ വന്നത് കുറച്ച്
കഴിഞ്ഞ ഒരു 5-10 വർഷത്തിനുള്ളിൽ. അപ്പൊ ഇപ്പൊ റെസ്റ്റോറൻറ്റ്സിന് പോലും ബുട്ടിക്സ് ആണ്. സുബ്ഹാനല്ലാഹ്. ബുട്ടിക് റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഭയങ്കര ഫേമസ് ചെയിനുകളായിട്ടുള്ള ഡിസേർട്ട് സ്പേസ്, കഫേസ്, ബേക്കേഴ്സ് ആൻഡ് ഗോ, ഡെസേർട്ട് സ്റ്റോം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ചെയിനുകളൊക്കെ, അതൊക്കെ പോയിട്ടില്ലെങ്കിൽ, നാലാളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ മോശമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ പോവുക, കഴിക്കുക. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന പോലും ഉണ്ടാവില്ല, പക്ഷെ ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടേണ്ടത് കൊണ്ട് നമ്മൾ പോകുന്നു, കഴിക്കുന്നു, ഒരു കഷ്ണം കഴിക്കുന്നു, അവിടെ ബാക്കി വെച്ച് പോകുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലെ, വല്ലാത്തൊരു സംസ്കാരത്തിലേക്കാണ് നമ്മൾ മുസ്ലിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദുക്കളുടെ അടുത്ത് ഇത്രയും കളയാൻ സമയമില്ല, പൈസയില്ല. കാരണം അവർ അധ്വാനിച്ച് ഉണ്ടാക്കിയിട്ടെങ്കിലേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർക്ക് സമയമില്ല ഒരു വശത്ത്. അതിന്റെ പുറമെ അവർ ഈ അധ്വാനിച്ച് ഉണ്ടാക്കിയത് അവർക്ക് ലോൺ അടയ്ക്കാനും മറ്റു കാര്യങ്ങൾക്കും തികയാത്തത് കൊണ്ട് അവരേൽ കളയാൻ പൈസയില്ല. സുബ്ഹാനല്ലാഹ്. നമുക്ക് പിന്നെ ഇഷ്ടം പോലെ ലാവിഷാക്കി കളയാൻ നമ്മളെ അള്ളാഹു തന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇല്ലാത്തവർക്കാണെങ്കിൽ നമ്മൾ തന്നെ മുസ്ലിങ്ങൾ അങ്ങനെ അത്രയധികം കൊടുക്കുന്നുള്ളത് കൊണ്ട് അവരെ കയ്യിലും ഒരു പക്ഷേ കുറച്ചൊക്കെ, എല്ലാവരെയും ഞാൻ കുറ്റപ്പെടുത്തതല്ല, കുറച്ചൊക്കെ അങ്ങനെ കളയാൻ അവരുടെ കയ്യിൽ പൈസയുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മുടെ ഇച്ഛകളുടെ മേലെയുള്ള സ്പെൻഡിങ്, അതും എന്താണ്, ശൈത്താന്റെ മാർഗത്തിലുള്ള സ്പെൻഡിങ് ആണ്. സുബ്ഹാനല്ലാഹ്. അതും ഇബ്ലീസ് ഇതിപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കി കാണിക്കുകയാണ് നമുക്ക്, അല്ലെ. അത് ഈറ്റിംഗ് ആൻഡ് ഓവർ ഈറ്റിംഗ് എന്ന് പറയുന്ന സാധനം, നമ്മളെ ഇച്ഛകളെ ഫുൾഫിൽ ചെയ്യാനുള്ള തീറ്റ, അതായത് വിശപ്പിന് വേണ്ടിയിട്ടോ ആരോഗ്യത്തിന് വേണ്ടിയിട്ടോ ഉള്ള തീറ്റയേ അല്ല, ഇച്ഛകൾക്ക് വേണ്ടിയിട്ടുള്ള തീറ്റ. സുബ്ഹാനല്ലാഹ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് തോന്നിക്കുകയാണ് ഇബ്ലീസ് ഇപ്പം. അതിന്റെ റിസൾട്ടാണ് ഓരോ 100 മീറ്ററിലും ഒരു ചായ കൗണ്ടറാണ്, അല്ലെ. എന്തൊക്കെ പേരുകളാ ചായ കൗണ്ടേഴ്സിന്. സുബ്ഹാനല്ലാഹ്. എന്തൊക്കെ സ്നാക്സ് ആണ് അവിടെ ഓയിലിൽ മുക്കി പൊരിച്ചത്. ഞാനും നിങ്ങളും ഒക്കെ ഇതിനകത്ത് ഈ ഒരു എന്താ പറയാ കെട്ടിനകത്ത് പൊട്ടിയിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. ഓരോ 200 മീറ്ററിലും ഒരു റെസ്റ്റോറന്റ്. സുബ്ഹാനല്ലാഹ്. കഫേസിനുള്ള കണക്കുമില്ല. അപ്പം ആ തീറ്റ എന്ന് പറയുന്ന സംഭവത്തിനെ, അത് ഇച്ഛകൾക്ക് വേണ്ടി തിന്ന എന്നുള്ള സംഭവത്തിനെ ഇബ്ലീസ് ബ്യൂട്ടിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന തിന്നല് ഹലാലല്ലേ, അല്ലേ, ഹലാലായ ഭക്ഷണല്ലേ നമ്മൾ തിന്നുന്നത്, പക്ഷെ അതിര് കടക്കുമ്പം അത് ഹറാം ആവുന്നു എന്നുള്ളത്, അല്ലെ. നമ്മൾ മുമ്പ് പലതവണ ഹലാലും തൊയ്യിബനൊക്കെ പറഞ്ഞ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ നമുക്ക് ഭംഗിയായിട്ട് തോന്നിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇനി പുറത്തു പോയി തിന്നിട്ടില്ല എന്നുണ്ടെങ്കിലും വീടിനകത്ത് ഉണ്ടാക്കിയിട്ട് തിന്നല് അതൊരു വക. പിന്നെ ഈ പറഞ്ഞ പോലെ കുടുംബബന്ധം ചേർക്കല് വേണം, അല്ലെ, ചേർക്കുന്നത് വേണം. പക്ഷെ വെറും കുടുംബബന്ധം ചേർക്കലും അതിന്റെ പേരിൽ തിന്നലും വേറൊരു സൈഡിൽ, അത് വേറെ വഴിക്ക്. സുബ്ഹാനല്ലാഹ്. കണക്കില്ല. നമ്മള് പ്രത്യേകിച്ച് ഈ മലബാരികള് ശരിക്കും നമ്മളതിൽ ദീനുണ്ടോ, ഉണ്ട്, എന്നാൽ ഇപ്പുറത്ത് ഇതും ആവശ്യത്തിന് ഉണ്ട്. ഇബ്ലീസ് ഇതൊക്കെ നമുക്ക് ഭംഗിയാക്കി തോന്നിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓരോരുത്തരും സ്റ്റെപ്പുകൾ എടുത്ത് മാറ്റം വരുത്താൻ വേണ്ടി നമ്മളെ ജീവിതത്തിൽ മാറ്റം വരുത്തി മാതൃക കാണിച്ചു കൊടുത്തെങ്കിലേ ശരിയാവുള്ളൂ. ഓക്കെ. അപ്പം ഇതിന്റെ അർത്ഥം നിങ്ങൾ ചോക്ലേറ്റ് കഴിക്കാൻ പാടില്ലാന്നോ, കഫേയിൽ പോകാൻ പാടില്ലാന്നോ, എന്താണ് ഫുഡ് കഴിക്കാൻ പാടില്ലാന്നോ ഒന്നുമല്ല. നമുക്ക് ആവശ്യമാണ് ഇതൊക്കെ, വേണ്ടതാണെങ്കിൽ നമ്മൾ കഴിക്കുകയും വേണം. പക്ഷെ ഫുൾ ടൈം ഇതാവത് ഇച്ഛയുടെ മേല് ചെലവഴിക്കുന്ന ആൾക്കാർ, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുക. വെറും എന്നാലും നമ്മൾ മനുഷ്യന്മാരാണ്, അല്ലെ. നമുക്ക് ചിലപ്പോൾ കൈവിട്ട് പോകുന്ന കേസുണ്ട്. പക്ഷെ പരമാവധി നമ്മളെ കൺട്രോൾ ചെയ്യുക. കാരണം നമ്മൾ എന്തൊരു കാര്യവും നമ്മൾ ആദ്യത്തെ മൊമെന്റിൽ അതിനെ മൈൻഡ് ആക്കാണ്ടിട്ട് രണ്ടാമത്തെ മൊമെന്റിൽ വീണ്ടും മൈൻഡ് ആക്കാതെക്കുമ്പോൾ മൂന്നാമത്തെ മൊമെന്റിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള കഴിവ് നഷ്ടപ്പെടുത്താം. നമ്മളൊക്കെ പലരെ കുറിച്ചും, അല്ലെ, നമ്മളെ ക്ലാസ്സുകൾ പലർക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അവർ ഇതൊക്കെ കേട്ടിട്ടും അവർക്ക് മനസ്സിലാവുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയൊരു അംശം അല്ലെങ്കിൽ വേറെ പല രീതിയിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഇതൊന്നും മാറ്റാൻ പറ്റൂല എന്ന് വിചാരിച്ച് ഇഗ്നോർ ചെയ്ത് വിട്ടതിന്റെ പേരിൽ 1, 2, 3 പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു കുറ്റബോധവും ഓർമ്മപ്പെടുത്തലും വന്നപ്പോഴൊക്കെ അതിനെ ഇഗ്നോർ ചെയ്യാൻ വിട്ടതിന്റെ പേരിൽ പിന്നീട് നമുക്കത് നമ്മളെ കണ്ണിന്റെ മുമ്പിൽ തെറ്റാന്ന് മനസ്സിലാക്കിയാൽ പോലും അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത രീതിയിൽ, അല്ലെ, നമ്മളുടെ ആ ഒരു ഭാഗത്തിന് അള്ളാഹു ഖത്തം അള്ളാഹു, അല്ലെ. നമ്മൾ പൊതുവെ ഖത്തമുള്ള ആയത്ത് പറയുമ്പോൾ തന്നെ അവരുടെ കാതും കണ്ണും ഹൃദയവും ഒക്കെ അള്ളാഹ് മൂടി എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളെ കുറിച്ചല്ല എന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളുടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പലതും മൂടിയിട്ടുണ്ടെന്നുള്ളത് നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തണം. മാറിയേ മതിയാവും. ഒരുപാട് നമ്മൾ മാറാനുണ്ട്. നമ്മൾ മാറിയിട്ട് വേണം ഇതിന്റെ മാതൃകകൾ പുറത്തേക്ക് പോകാൻ. സൂറത്ത് ഇസ്രായേൽ 27-ാമത്തെ ആയത്തില് ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്വാനു ലിറബ്ബിഹി ഗഫൂറാ. തീർച്ചയായും ദുർവ്യയം ചെയ്യുന്നവർ പിശാചുക്കളുടെ സഹോദരങ്ങളാവുന്നു. പിശാച് തന്റെ രക്ഷിതാവിനോട് ഏറെ നന്ദി കെട്ടവനാകും. സുബ്ഹാനല്ലാഹ്. അപ്പം വേസ്റ്റ്ഫുൾനെസ് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം.
നമ്മൾ ഷെയ്ത്താന്റെ സഹോദരങ്ങളായി മാറുകയാണ്. അങ്ങനെയുള്ള കാര്യത്തിൽ ശരിക്കും നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് എടുത്ത് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരൽ ഭയങ്കര പ്രയാസമാണ്. കാരണം നമ്മൾ എന്തൊരു കാര്യത്തിന് നമ്മൾ ശ്രമിക്കുന്നതിനനുസരിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എളുപ്പം തരിക. നമ്മൾ കാലം ഇങ്ങനെ ആയിപ്പോയി, ലോകം ഇങ്ങനെ ആയിപ്പോയി, അതിന്റെ കൂടെ ഓടിയേ മതിയാവും, മാറ്റാൻ പറ്റൂല എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അള്ളാഹിന്റെ എളുപ്പവും അവിടെ നിന്ന് എടുക്കപ്പെടും. അള്ളാഹിന്റെ എളുപ്പം ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിലും മാറ്റം കൊണ്ടുവരാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത്തരത്തിലുള്ള സ്പെൻഡിങ്ങിലുള്ള എക്സ്ട്രീമിറ്റീസ്, വേസ്റ്റിങ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. അതേസമയം നമ്മൾ അതിഭയങ്കരമായ പിശുക്കന്മാരും ആവാൻ പാടില്ല. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചെലവഴിക്കേണ്ടടുത്ത് ചെലവഴിക്കുക തന്നെ വേണം. അതായത് ഒരു മധ്യമ നിലപാട്, അല്ലെ? മോഡറേറ്റ്. എങ്ങനെയാണ് നമുക്ക് മോഡറേറ്റ്സ് ആവാൻ പറ്റുക? നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഇത് ആവശ്യമാണോ, എനിക്കിതില്ലാണ്ട് പറ്റുമോ, അത്രയ്ക്ക് അത്യാവശ്യമാണോ എന്നുള്ളത് നമ്മൾ നമ്മളടുത്ത് ചോദിക്കുക. ഓക്കെ, എന്റെ ജീവിതത്തിൽ ഇതോട് പ്രയോജനം ഉണ്ടാവോ, അതോ എന്താണ് ദോഷമാണോ ഉണ്ടാവുക, നാശമാണോ ഉണ്ടാവുക? എനിക്ക് പ്രയോജനം ഇല്ലെങ്കിൽ അതിന് ഒഴിവാക്കാൻ പറ്റുമോ? ഒഴിവാക്കാം. തീരെ പറ്റൂലേ, റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യാം, റബ്ബേ എനിക്ക് അതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനെങ്കിലും എന്റെ കുടുംബത്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടെങ്കിലും ഞാൻ ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ട് റബ്ബേ, എനിക്ക് മനസ്സിലാവുന്നില്ല റബ്ബേ, എങ്ങനെയാ ഇതിൽ നിന്ന് മാറേണ്ടത്, നീ സഹായിക്ക് റബ്ബേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കാം. പക്ഷെ നമുക്കൊരു തരത്തിലും പറ്റൂല, ഒഴിവാക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ഹലാലായ കാര്യമല്ലേ, ഗോ അഹെഡ്. പക്ഷെ നമ്മൾ കഴിയുന്നതും നമ്മളെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? ഈ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, നമുക്ക് കൂടുതൽ ഗുണമുണ്ടാവും. ചിലത് കുറച്ചധികം പൈസ ചെലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുണമുണ്ടാവുന്നുണ്ടെങ്കിൽ, നമ്മളെ സമയം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈവൻ നമ്മുടെ ദീനി മാർഗത്തിൽ നമുക്ക് കൂടുതൽ ആ കാര്യത്തിലൂടെ നമുക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൊടുക്കാനും പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ചെലവഴിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് അനാവശ്യമാണ്, അല്ലെങ്കിൽ വെറും അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല, എന്തോ ഒഴുക്കിന്റെ കൂടെ ഒഴുകാൻ വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഓരോരുത്തർക്കും ഒരു പ്ലാന് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓരോരുത്തരും എന്തിലാണ് ട്രാപ്ഡ് ആയിട്ടുള്ളത്? നീ പറഞ്ഞ പല കാറ്റഗറീസും എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും എന്തിലാ പെട്ടിരിക്കുന്നത്, അല്ലെ? ഞാൻ പെട്ട കാര്യത്തിലാവില്ല നിങ്ങൾ പെട്ടിരിക്കുന്നത്, നിങ്ങൾ പെട്ട കാര്യത്തിലാവില്ല വേറൊരാൾ പെട്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, എന്തൊക്കെയാണ് ശൈത്താൻ എനിക്ക് നന്നാക്കി തോന്നിയിട്ടുള്ളത്, അല്ലെ? ഏതൊക്കെ ഭാഷകളാണ് ശൈത്താൻ എനിക്ക് നന്നായി തോന്നിയിട്ട് അതിനകത്ത് എന്നെ പെടുത്തിയിട്ടിരിക്കുന്നത്, എന്നിട്ട് അതിൽ നിന്ന് രക്ഷ നേടാനുള്ള സ്റ്റെപ്പുകൾ ചിന്തിക്കുക, എഴുതി വെക്കുക, സ്ലോ ആയിട്ട് പ്ലാൻ ചെയ്യുക, എടുക്കുക സ്റ്റെപ്പുകൾ. ഓക്കെ, ഫെയിൽ ആയിക്കോട്ടെ കുഴപ്പമില്ല, വീണ്ടും ശ്രമിക്കുക, റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യുക, മാറ്റം വരുത്താൻ ശ്രമിക്കുക. പ്രയാസമായിരിക്കും, സമൂഹത്തിൽ പ്രയാസമായിരിക്കും, കുടുംബങ്ങളിലെ പ്രയാസമായിരിക്കും, പക്ഷെ റബ്ബിന്റെ എളുപ്പം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം എളുപ്പമാണ്. നമ്മളിപ്പം അൽഹംദുലില്ലാ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരു 5-10 വർഷം മുമ്പുള്ള നമ്മളെല്ലാം ഇപ്പം ഒരുപാട് കാര്യങ്ങൾ റബ്ബിന്റെ സഹായത്തോടു കൂടി മാറ്റം വരുത്തിയിട്ടുള്ളവരാണ് നമ്മൾ, അല്ലെ? അപ്പം ഇത്തരം കാര്യങ്ങളിൽ എന്തൊക്കെയാണെന്ന് ഓരോരുത്തരും എഴുതി വെക്കുക. എനിക്ക് എന്താ മാറ്റം വരുത്താനുള്ളതിന് കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ എടുക്കുക. ഇനി പെട്ടെന്ന് സ്റ്റെപ്പ് എടുക്കാൻ പറ്റില്ലെങ്കിൽ ചെയ്യുന്നത് കുറച്ച് കൊണ്ടുവരാം, അല്ലേ? എന്നിട്ട് വീണ്ടും വീണ്ടും കുറയ്ക്കുക, ദുആ ചെയ്യുക, പാളിപ്പോയാൽ വീണ്ടും ട്രൈ ചെയ്യുക, റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യുക, അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരും. ഓക്കെ, അപ്പം പ്രത്യേകം നമ്മൾ കൂടുതലും ഇച്ഛകളുടെ മേലെ ചെലവഴിക്കുന്ന കാര്യങ്ങളൊക്കെ 1, 2, 3 പ്രാവശ്യം നമ്മൾ ചെറിയ തോതിൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു എളുപ്പം നമുക്ക് എന്തായാലും ഉണ്ടാവും. പക്ഷെ നമ്മള് നമ്മുടെ ഡിസൈഴ്സിന്റെ മേലെ സ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരുപാട് നമ്മളുടെ ആവശ്യങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ആളുകളായി മാറുമ്പോൾ നമുക്ക് അള്ളാന്റെ മാർഗത്തിൽ സ്പെൻഡ് ചെയ്യാൻ ശരിക്കും ഒന്നും ഇല്ലാണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇല്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, കൊടുക്കാനൊന്നുമില്ല എന്നുള്ള തോന്നൽ വരുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹ് നമ്മളടുത്ത് ചെലവഴിക്കാൻ പറഞ്ഞത് ഞാൻ തന്നതിൽ നിന്നാണ്. അള്ളാഹ് തരാത്തതായിട്ട് ആരും ഇല്ലല്ലേ? എന്തെങ്കിലും അള്ളാഹ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ചെലവഴിക്കുമ്പോൾ അള്ളാഹ് എന്ത് ചെയ്യും? കൂടുതൽ തരും, വീണ്ടും കൂടുതൽ തരും, വീണ്ടും കൂടുതൽ തരും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കൊടുക്കാൻ ഇല്ലാത്തവരായിട്ട് ആരില്ല. അങ്ങനെ നമ്മൾ കൊടുക്കാൻ ഇല്ലാത്തവരാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് അള്ളാഹു വാസിയാണെന്ന് നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ്. അതല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങളും നമ്മളുടെ ഇച്ഛകളും നമ്മളുടെ ആവശ്യങ്ങളും മാത്രം ചെലവഴിച്ച് നമുക്ക് ബറക്ക ഇല്ലാണ്ടായി മാറാണ്, അല്ലെ? സുബ്ഹാനല്ലാഹ്. അവനവന്റെ ഇച്ഛകളും അവനവന്റെ ആവശ്യങ്ങളും മാത്രമാകുമ്പോൾ നമുക്ക് ബറക്കേ ഉണ്ടാവില്ല, അതിനകത്ത് ബ്ലെസ്സിങ്ങും ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. നമുക്ക് ചുറ്റുപാടും പല ഉദാഹരണങ്ങളുണ്ട്, അല്ലെ? വളരെ കുറച്ച് പൈസ സമ്പാദിക്കുന്ന ആൾക്കാർ, പക്ഷെ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും അത് സഫീഷ്യന്റ് ആണ്, അവര് ഹാപ്പിയാണ്, അൽഹംദുലില്ലാ. എന്നാൽ വളരെയധികം ഉണ്ടാക്കിയിട്ടും ഒന്നിനും തികയാത്ത ആൾക്കാരും ഉണ്ട്, അല്ലെ? പല വഴിക്ക് വരുമാനം വന്നിട്ടും ഒന്നിനും തികയാത്ത ആൾക്കാരും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ബറക്ക എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ ശരിക്കും നമുക്ക് സുബ്ഹാനല്ലാഹ് വിശ്വാസം ഉണ്ടാവുന്നത്
അപ്പം നമ്മൾ നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റുകൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെലവഴിക്കുന്നത് എന്നുള്ളത് ശരിക്കും അനലൈസ് ചെയ്യാം. ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരു ആഴ്ച ഞാൻ അള്ളാന്റെ മാർഗത്തിൽ എത്രയാണ് എനിക്ക് ചെലവഴിക്കാൻ പറ്റി. ഇനി ഒരുപാട് ചെലവഴിക്കുന്നതും കണക്ക് നോക്കാത്ത ആൾക്കാരാണെങ്കിൽ അൽഹംദുലില്ലാഹ് ഹൈർ. പക്ഷേ അതിലേക്ക് എത്തിയിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ചിന്തിച്ച് നോക്കുക, എത്രയാണ് ഞാൻ ഈ ആഴ്ച അല്ലെങ്കിൽ ഈ മാസം അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചത്. എത്രയാന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയണത് പൈസ എന്നുള്ളത് മാത്രമല്ല. ഓക്കെ, നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതൊക്കെ. അപ്പൊ എന്തൊക്കെയാണ് ഞാൻ ചെലവഴിച്ചത്, എത്രയൊക്കെയാണ് ചെലവഴിച്ചത്, എന്നാൽ എത്രയാണ് ഞാൻ എന്റെ ആവശ്യങ്ങൾക്ക്, എന്റെ ഇച്ഛകൾക്ക്, എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെലവഴിച്ചതാണ്. അതുപോലെ ഒരു മിനിമലിസ്റ്റിക് സിമ്പിൾ ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക എല്ലാവരും. ഓരോരുത്തരും അവനവന്റെ സാഹചര്യത്തിനും അവനവന്റെ നോംസിനും അവനവന്റെ സിറ്റുവേഷനും അനുസരിച്ചുള്ള സിംപ്ലിസിറ്റി ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് കാരണം അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഓരോരുത്തരുടെ അവസ്ഥകളിൽ നിന്നുകൊണ്ട് ഓരോരുത്തരുടെ സാഹചര്യങ്ങളിൽ അത് വ്യത്യസ്തമായിരിക്കും. എന്തെങ്കിലും എന്റെ കയ്യിൽ എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ, അത് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഞാൻ ലാവിഷായിട്ട് ചെലവഴിക്കുന്നുണ്ട്, എക്സ്ട്രാവേഗൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. അതിന്റെ ബേബി സ്റ്റെപ്സ് എടുക്കുക. അത് പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു നാളെ തന്നെ ഇപ്പൊ എല്ലാം നിർത്തിയിട്ട് പുണ്യാളരാവാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം ചിലതിലൊക്കെ നമ്മൾ പെട്ട് കഴുത്തോളം മുറുകി നിൽക്കുകയാണല്ലേ. ഇത് ഇത്തിരി ബാക്കിയുള്ളതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിത് കേൾപ്പിച്ചു തന്നത് അല്ലെ. അത് അല്ലെങ്കിൽ നമുക്കിത് കേൾക്കാനും മനസ്സിലാക്കാനും പോലും ഉള്ള തൗഫീഖ് ഉണ്ടാവില്ലായിരുന്നു. അത്രയും മുറുകിയിട്ടുള്ള പിണഞ്ഞു കിടക്കുന്ന പല കാര്യങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അപ്പം എന്താണെന്ന് ഓരോന്ന് നോട്ട് ചെയ്യുക, അതിനു വേണ്ട ദ്വാ ചെയ്തുകൊണ്ടിരിക്കുക, കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ എടുക്കുക, സ്ലോ ആയിട്ട് ബെറ്റർ ചെയ്യുക, അള്ളാന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക. അള്ളാന്റെ ഒരു എളുപ്പം വന്നെത്തിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അങ്ങനെ നമ്മൾ സാവധാനം ഇത്തരം കാര്യങ്ങളിലൊക്കെ സമൂഹത്തിന് ഒരു മാതൃകയാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേസമയം ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക, നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴും ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് കേട്ട പലരും ചിലപ്പോൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന ആൾക്കാരുണ്ടാവും അല്ലെ ഇതിനകത്ത്. അപ്പം ഒരു വിചാരിക്കും, ഓ ഇതെല്ലാം വലിയ മിനിമലിസ്റ്റിക് ലൈഫ് സ്റ്റൈലൊക്കെ പറഞ്ഞിനോ, എന്നിട്ട് എന്റെ വീട്ടിൽ ഈ കിച്ചൺ എന്താ ഇങ്ങനെ, വീട് എന്താ അങ്ങനെ, റൂം എന്താ അങ്ങനെ, എന്റെ അടുത്ത് എന്താ ഇത്ര ഡ്രസ്സ്, അതിനെ കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. നമ്മൾ ഒരാളെയും ഈ കാര്യത്തിൽ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണ്ട. കാരണം നമ്മൾ പലപ്പോഴും, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതെന്ന് തോന്നുന്നു, എന്തെങ്കിലും ഒരു മാറ്റത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം വരുന്ന ഒരു പരീക്ഷണമാണ് അത്. ഓ നീ ഇപ്പൊ ഇങ്ങനൊക്കെ ചെയ്തിട്ട് എന്തായി, ഈ വലിയ ക്ലാസ് ഒക്കെ കേട്ടിട്ട് എന്തായി, എനിക്കൊരു മാറ്റം ഇല്ലല്ലോ, എന്നിട്ട് ഇജെന്താ എങ്ങനെയെന്നുള്ള ചോദ്യം, അതൊരു പരീക്ഷണമാണ്. ഓക്കെ, അതിനെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ അവരെ അള്ളാഹുവിന്റെ സൃഷ്ടികൾ എന്ന് മാത്രം വിചാരിച്ച്, അല്ലെങ്കിൽ എന്റെ സഹോദരങ്ങൾ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ്, എന്റെ കുടുംബങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറം അവരൊക്കെ ഓരോ പേഴ്സ് ആണ്. അള്ളാഹു നമ്മളെ ഒരുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തന്നിട്ടുള്ള പേഴ്സ് ആണെന്ന് മനസ്സിലാക്കാം. അവരുടെ അങ്ങനെയുള്ള ചോദ്യങ്ങളും നിരുത്സാഹപ്പെടുത്തലുകളും ഒക്കെ ഓരോ പവിഴങ്ങളായിട്ട് കരുതുക, അതിനെ ഉപയോഗപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ എത്ര തന്നെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, സിമ്പിൾ ലൈഫ് സ്റ്റൈൽ പരീക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴും, മാറ്റം വരുത്താൻ നമ്മളെ ഹൃദയം കൊണ്ട് ശ്രമിക്കുമ്പോഴും, നമ്മൾ സ്റ്റെപ്പുകൾ എടുക്കുമ്പോഴും മറ്റുള്ളവർക്ക് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അള്ളാഹു വാസിയവൻ അലീമാണ് അല്ലെ. അള്ളാഹ്ക്ക് അറിയാം നമ്മൾ എഫേർട്ട് എടുക്കുന്നത്. ആളുകൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യും, പുച്ഛിക്കും, ഡീമോട്ടിവേറ്റ് ചെയ്യും, അവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, ഓളിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് ഓളത് കണ്ടില്ലേ, ഒക്കെ നടന്നോട്ടെ, ഒന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. നമുക്ക് നിയത്ത് സ്ട്രോങ് ആക്കുക, കീപ് വർക്കിംഗ്, ചെയ്തുകൊണ്ടേയിരിക്കുക, മാറ്റം വരുത്തിക്കൊണ്ടേയിരിക്കുക. ഫെയിലാകുമ്പോൾ വീണ്ടും റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യുക, വീണ്ടും ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മളെ നിയ്യത്ത് കാണുന്നവൻ അവനാണ്. പ്ലസ് അവൻ എന്താണ്, വാസിയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അവന് എല്ലാ കാര്യത്തിലും, അവന്റെ എല്ലാ സിഫത്തുകളിലും വിശാലതയുള്ളവനാണ് അവൻ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അവന്റെ കാരുണ്യത്തിന്റെ വിശാലത അവിടെ ഉണ്ട് അല്ലെ. അവനത് നമുക്ക് നടത്തി തരാൻ അവന് ഒരു പ്രയാസവും ഇല്ല. അവൻ ഖദീറും കൂടെയാണ് അല്ലെ. അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. നമുക്ക് അത് കഴിയാത്തത് അല്ലെ. നമ്മളെ കൊണ്ടാണ് പഠിച്ചോനെ എന്റെ ഈ വാർഡ്രോബ്, എന്റെ ഈ അലമാരി എപ്പോഴാ ഒഴിച്ചു തീരാൻ, എന്റെ കിച്ചണിലെ പാത്രം എപ്പോഴാ കൊടുത്തു തീരാൻ, നമ്മളാണ് ഇമ്പോസിബിലിറ്റീസ് വിചാരിക്കുന്നത്. അള്ളാഹു വാസിയാണ്, അവന്റെ എല്ലാ സിഫത്തുകളിലും അവൻ വാസിയാണ്. നമ്മൾ ചോദിക്കാത്തതിന്റെ ഒരു കുഴപ്പമേ ഉള്ളൂ. ഈ ഓരോ കുഞ്ഞി കാര്യങ്ങളും നമ്മൾ അള്ളാന്റെ അടുത്ത് എടുത്ത് വെച്ച് ചോദിക്കുമ്പോൾ അവന്റെ സഹായം നമുക്ക് ഇറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് അവനെ അനുസരിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം നമ്മൾ ചോദിക്കുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു വാസിയവൻ അലീമാണ്. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, വിഷയമല്ല. ആരെങ്ങനെ വേണമെങ്കിലും കുറ്റപ്പെടുത്തിക്കോട്ടെ, വിഷയമല്ല. പക്ഷെ ഞാൻ മാറും. റബ്ബിന്റെ ഈ ആയത്ത് അല്ലെങ്കിൽ റബ്ബന്റെ അടുത്ത് പറഞ്ഞത് വെച്ചിട്ട് മാറാൻ ഞാൻ ശ്രമിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തുന്നവരുടെ കൂട്ടത്തില് ശ്രമങ്ങൾ ക്ഷമയോടുകൂടി അല്ലെ, വസ്തായിനു ബിസ്സബ്രി വസ്സലാത്തിനെ മുറുകെ പിടിച്ച്, ആ കൽപ്പനയെ മുറുകെ പിടിച്ചുകൊണ്ട് ദുആ ചെയ്തും ശ്രമിച്ചും മാറ്റുന്നവരുടെ കൂട്ടത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്നത്തെ ആയത്തിൽ
പല കാര്യങ്ങളും ഓരോന്നും ഓരോരുത്തരെയും ഓരോ രീതിയിൽ ടച്ച് ചെയ്യുന്നതാണ്. ആരും എക്സെപ്ഷൻ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ ഒരു കാര്യവും ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് വളരെ അത്ഭുതമായിരിക്കും, പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ കേരളത്തിൽ അല്ലേ. അതും ഞാൻ പറഞ്ഞു, നമ്മൾ ഇതിലൊന്നും ഞാൻ പെട്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇതിൽ എവിടേക്കോ ഞാൻ പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് അവിടെ എന്തെങ്കിലും മാറ്റാൻ ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ റബ്ബ് കാണിച്ചു തരും. ഓക്കെ, റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി എനിക്ക് എന്ത് മാറാൻ നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ റബ്ബ് കാണിച്ചു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അവനെ ഏറ്റവും തൃപ്തിയുള്ള രീതിയിൽ മാറാനുള്ള തൗഫീഖ്, അതിനുവേണ്ടിയുള്ള ചിന്തകളും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും അതിനുവേണ്ടിയുള്ള ദുആകളും ഒക്കെ അധികരിപ്പിക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وعليكم السلام ورحمة الله وبركاته. എന്റെ കല്യാണസാരി ഞാൻ കൊടുക്കാതെ വെച്ചിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യും? പറഞ്ഞ പോലെ പേടി.